മേഖലയിലെ ലൈംഗിക പീഡന വെളിപ്പെടുത്തലുകൾ പരാതിയായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊല്ലം എംഎൽഎ മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയൻപിള്ള രാജു തുടങ്ങി 7 പേർക്കെതിരെയാണ് നടി മിനു മുനീർ ഇമെയിൽ മുഖേന പരാതി നൽകിയത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്ര നൽകിയ പരാതി കൊച്ചി സിറ്റി പോലീസ് പ്രത്യേക സംഘത്തിന് കൈമാറിയിട്ടുമുണ്ട്. നടൻ ബാബുരാജിനും സംവിധായകൻ ശ്രീകുമാർ മേനോനും എതിരായ പരാതി DIG എസ് അജിത ബീഗത്തിനാണ് ജൂനിയർ ആർട്ടിസ്റ്റ് കൈമാറിയത്. തിരുവനന്തപുരത്ത് യോഗം ചേർന്ന പ്രത്യേക അന്വേഷണ സംഘം ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ കൈമാറാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. വനിതാ IPS ഉദ്യോഗസ്ഥയാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക. കേസെടുത്ത സാഹചര്യത്തിൽ രഞ്ജിത്ത് മുൻകൂർ ജാമ്യത്തിന് നീക്കം തുടങ്ങിയിട്ടുണ്ട്. രഞ്ജിത്തിനോട് ഫെഫ്ക വിശദീകരണം തേടിയിട്ടുമുണ്ട്. കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ജൂനിയർ ആർട്ടിസ്റ്റുകളും നടിമാരും രംഗത്ത് വരികയാണ്. അവസരം വേണമെങ്കിൽ സഹകരിക്കണമെന്നാവശ്യപ്പെട്ടതായും വഴങ്ങാത്തതിനാൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടെന്നുമാണ് ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യയുടെ ആരോപണം. സഹപ്രവർത്തകരുടെ അമ്മയോട് നടൻ മുകേഷ് മോശമായി പെരുമാറിയെന്നും സന്ധ്യ ആരോപിക്കുന്നു. സന്ധ്യയുടെ ആരോപണത്തിലേക്ക് ആദ്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഈ സിനിമാ താരങ്ങൾക്കെതിരെ ആരോപണവുമായി നിരവധി നടിമാർ രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം അവർ ധൈര്യത്തോടെ വന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുന്നുണ്ട്. അങ്ങനെ തനിക്ക് നേരിട്ട ഒരു അനുഭവത്തെക്കുറിച്ച് ഇപ്പോൾ മാധ്യമത്തിന് ന്യൂസ് 8ക്ക് മുന്നിൽ പറയുകയാണ് നടി സന്ധ്യ. മാം നമസ്കാരം. നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പിന്നീട് നിരവധി വാർത്തകൾ, ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് സിനിമാ മേഖലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് മാഡത്തിന് ഈ ഒരു മേഖലയിൽ നിന്നും നേരിട്ട ഒരു ദുരനുഭവം? ഏതു വിധത്തിലായിരുന്നു? ഞാനിപ്പോൾ 8-10 വർഷമായിട്ട് ഫിലിം ഫീൽഡിലുണ്ട്. ഇൻ ദ സെൻസ് ലൈക്ക് ഒരു മൂവിയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് അമല എന്ന് പറഞ്ഞൊരു മൂവിയാണ്. 5 വർഷം മുന്നേ ഷൂട്ട് കഴിഞ്ഞതാണ്. റിലീസ് ചെയ്ത് കഴിഞ്ഞ വർഷമാണ്. അതിൽ ടീച്ചറിന്റെ ക്യാരക്ടർ ചെറിയ റോളാണ്. 1 ഡേ ഷൂട്ടാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ എമൗണ്ട് വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടാണ്. ഒരു 2000 കിട്ടിയുള്ളൂ. അതും കുറെ ബാർഗെയിൻ ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത് ആ എമൗണ്ട്. കുറെ ആഡ് ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ കണ്ണൻ ദേവന്റെ ആഡ് ഫിലിം ചെയ്തായിരുന്നു ട്രിവാൻഡ്രത്തിൽ. ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ട് ട്രിവാൻഡ്രത്തിൽ പോയിട്ട് നമ്മൾ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ പേയ്മെന്റ് 2500. പക്ഷെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് അറിഞ്ഞത് അതിന് റെമ്യൂണറേഷൻ 8000 10,000 എങ്ങാണ്ടേ ആയിരുന്നു. പക്ഷെ നമുക്ക് കയ്യിൽ കിട്ടിയ എമൗണ്ട് വളരെ ചെറിയ എമൗണ്ടാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് കളിക്കുന്ന കുറേ പേരുണ്ട്, കോർഡിനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അവരാണ് നമ്മൾ റിക്വയർമെന്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ അവരാണ് ഈ പൈസ മുഴുവൻ തട്ടിയെടുക്കുന്നത്. പിന്നെ ഭക്ഷണത്തിനും കാര്യത്തിലും ഭയങ്കര വിവേചനമാണ് ഇവിടെ. സൂപ്പർ സ്റ്റാർസിനൊക്കെ നല്ല ഭക്ഷണവും നമുക്കൊക്കെ ഭക്ഷണം വേറൊരു ലൊക്കേഷനാണ്, അത് വേണമെങ്കിൽ കഴിച്ചാൽ മതി, ആ ഒരു രീതിയാണ്. അപ്പോൾ അവിടെ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ്. പിന്നെ ഈ കുറെ കാസ്റ്റിംഗ് കോൾസ് നമ്മൾ കാണുമല്ലോ, അത് നമ്മൾ അയക്കുമ്പോൾ അത് മിക്കതും ഫേക്കാണ്. അതൊന്നും റിയാലിറ്റി അല്ല. അവർ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരക്ടേഴ്സിനെ. വെറുതെ ഒരു പ്രഹസനത്തിന് വേണ്ടിയാണ് അവർ കാസ്റ്റിംഗ് കോൾ ഇടുന്നത്. ഓഡിഷന് പോയാലും അവർ നമ്മളെ വിളിക്കില്ല. ഓഡിഷൻ കഴിഞ്ഞ് മിണ്ടാതിരിക്കും അവർ. പിന്നെ ഈ കാസ്റ്റിംഗ് കൗച്ചിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കും. നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. നമ്മളെ ഫോട്ടോസ് അയച്ചു കൊടുക്കും, നമ്മുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. അപ്പോൾ ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ്, ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, പ്രൊഡക്ഷൻ മാനേജേഴ്സ്, അവരൊക്കെ വിളിച്ചിട്ട് നമ്മളത് പറയുന്നത് നിങ്ങൾ മാരീഡ് ആണോ അല്ലയോ എന്നൊക്കെ ചോദിക്കുക ആദ്യം. അതൊരു ഐസ് ബ്രേക്കിംഗ് ഇതുപോലെയാണ് അവർ ചോദിക്കുന്നത്. പിന്നെ അവർ ചോദിക്കുന്നത് നിങ്ങൾ എക്സ്പോസിംഗ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഇടുവോ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സിന് തയ്യാറാണോ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് റോള് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റോള് കിട്ടത്തില്ല, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് അവർ കാണിക്കുന്നത്. ഈ മുകേഷിനെതിരെ ഒരു ആരോപണം കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് എന്തായിരുന്നു? അതുമായി ബന്ധപ്പെട്ട സംഭവം? എനിക്കറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അവരിപ്പോൾ ഫീൽഡിലില്ല. അവരിപ്പോൾ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. അവരുടെ പേരൻസ് എവിടെയാണെന്ന് എനിക്കറിയില്ല. അവർ കുറെ വർഷങ്ങൾ മുമ്പ് സംസാരിച്ചതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ആരുമില്ലാത്ത സമയത്ത് അവരുടെ അമ്മയാണ് വീട്ടിലുണ്ടായിരുന്നത്, ആ ആർട്ടിസ്റ്റിന്റെ. അപ്പോൾ എങ്ങനെയൊക്കെ അഡ്രസ്സ് കണ്ടുപിടിച്ച് ഈ പുള്ളി വീട്ടിൽ പോയപ്പോൾ മിസ്ബിഹേവ് ചെയ്തു. അവരടിച്ചു പുറത്താക്കി. അങ്ങനെയാണ് ഞാൻ കേൾക്കാൻ. അമ്മയോട്? അതെ, അമ്മയോട് മിസ്ബിഹേവ് ചെയ്തു. അവരടിച്ചു പുറത്താക്കി. പിന്നെ അവർ ആ ഫിലിം ഫീൽഡ് തന്നെ വിട്ടു. അവർക്ക് ഇങ്ങനെ ദുരനുഭവം ഉണ്ടാകുമ്പോൾ ആരും പോവില്ലല്ലോ. ഈ മുകേഷിനെതിരെ അടിക്കടിയായി നിരവധി ആരോപണങ്ങൾ വരുന്നു. പക്ഷെ ഇപ്പോഴും സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതെ, തീർച്ചയായിട്ടും. ദേ ആർ ട്രൈങ് ടു പ്രൊട്ടക്ട് ദ കൾപ്രിറ്റ്സ്. നമുക്കിപ്പോൾ അതിലെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഗവൺമെന്റാണ് ചെയ്യുന്നത്. ചെയ്താൽ വളരെ നല്ല കാര്യം. നമുക്ക് നീതി ലഭിക്കും. നമ്മളെപ്പോലെ സഫർ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ നീതി ലഭിക്കും. പക്ഷെ അത് എത്രത്തോളം ഗവൺമെന്റ് ഇതിൽ ആക്ഷൻ എടുക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ഗവൺമെന്റിനെ പുറത്തായിരിക്കും. ഇപ്പോൾ മറ്റൊരു കാര്യം, ഈ ആരോപിച്ചു വരുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ തങ്ങൾ അനുഭവിച്ചൊരു വിഷമം തുറന്നു പറയുന്നവർ പലപ്പോഴും അവരുടെ കയ്യിൽ തെളിവുകളില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഈ അത് തന്നെയാണ് ഈ ആരോപണ വിധേയരും പറയുന്നത്. ഞങ്ങൾ നിയമമായി തന്നെ മുന്നോട്ട് പോകും, തെളിവ് എവിടെ എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരും ചോദിക്കുന്നത്. പക്ഷേ ഇതൊരു കോടതിയുടെ മുന്നിലെത്തുമ്പോൾ ഇവരെ എത്രമാത്രം ശിക്ഷിക്കാൻ കഴിയും? അതിലൊരു ആശങ്കയുണ്ടോ? നമുക്കൊരു മിസ്ബിഹേവ് നടക്കും. നമുക്ക് ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ?
നമ്മൾ എങ്ങനെ അവിടെ നിന്ന് ആ ഒരു സിറ്റുവേഷനിൽ രക്ഷപ്പെടുന്നല്ലേ നോക്കത്തുള്ളൂ. അപ്പൊ ഇവർ പ്രൂഫില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയല്ലേ വന്ന് പറയുന്നത്. ദ വിക്ടിം ഇസ് കമ്മിങ് ഫോർവേഡ് ആൻഡ് ടെല്ലിംഗ് ദാറ്റ്, റൈറ്റ്? ഇനി അതിൽ കൂടുതൽ പ്രൂഫ് എന്താണ് വേണ്ടത് ഈ ജുഡീഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു പോലീസ് ഫോഴ്സിന്? എന്തിനാണ് വേറൊരു പ്രൂഫ് ആവശ്യം? എന്തായാലും കള്ളൻ കട്ടു എന്ന് പറയത്തില്ല, അവരെപ്പോഴും ഡിനൈ ചെയ്യത്തേ ഉള്ളൂ. ഇനിയിപ്പോ മുന്നോട്ട് എങ്ങനെ പോകണം അത് നോക്കിയിരുന്ന് കാണേണ്ട കാര്യമാണ്. അസാധാരണമായ പ്രതിസന്ധിയാണ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അമ്മയിലെ പ്രധാനികളായ 5 പേർക്കെതിരെയാണ് പീഡന പരാതി പോലീസിൽ കിട്ടിയിരിക്കുന്നത്. എഫ്ഐആർ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതാനാവുന്നതും. അതിൽ ഈ 5 പേരും അമ്മയുടെ ഏറ്റവും സുപ്രധാനമായ പദവികൾ വഹിക്കുന്ന ആളുകളാണ് എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. എന്നാണ് എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ പോകുന്നത് എന്നതിൽ ഒരു തീരുമാനമെടുക്കാൻ പോലും ഇതുവരെ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല. നിലവിലെ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടാൻ ആലോചന നടക്കുന്നുമുണ്ട്. അതേസമയം പരാതികൾ പരിശോധിച്ചു വരികയാണ് പോലീസ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം തിരുവനന്തപുരത്തുമുണ്ട്. ആദ്യം അമ്മയിലെ പ്രതിസന്ധിയെക്കുറിച്ച് നവമി ദിനേശ് വിവരങ്ങൾ നൽകും. നവമി, ഇപ്പോൾ 5 പേരാണ്. അതിൽ മുകേഷ് ഉണ്ട്, ജയസൂര്യയുണ്ട്, ഇടവേള ബാബു ഉണ്ട്, മണിയൻ പിള്ള രാജുവുണ്ട്, ബാബുരാജുണ്ട്. ഈ 5 പ്രധാനികൾക്കെതിരായ പരാതി പോലീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. എന്താണ് അമ്മ ഇപ്പോൾ എന്തെങ്കിലും ഒരു വിശദീകരണം നൽകുന്നുണ്ടോ? ഈ ആളുകളോട് വിശദീകരണം ചോദിക്കണമെങ്കിൽ എക്സിക്യൂട്ടീവ് ചേരേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് കടമ്പകൾ ഉണ്ടല്ലോ അമ്മയ്ക്ക് മുന്നിൽ. എന്താണിപ്പോൾ അമ്മയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ചേരിതിരിവ് വ്യക്തമല്ലേ അവിടെ? മഞ്ജുഷ, അമ്മ സംഘടനയെ സംബന്ധിച്ച് ഒരു അസാധാരണമായ ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു കഴിഞ്ഞു. കാരണം പല താരങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അമ്മയുടെ നിലപാടുകൾക്കെതിരായി അല്ലെങ്കിൽ അമ്മയിൽ ആരോപിക്കപ്പെടുന്ന ഈ കുറ്റം ആരോപിക്കപ്പെടുന്ന താരങ്ങൾക്കെതിരെ പ്രത്യക്ഷമായി തന്നെ നിലപാടെടുക്കുന്നു. താരസംഘടനയിൽ തന്നെ എത്രയും വേഗം യോഗം ചേരണമെന്ന് ആവശ്യപ്പെടുന്നു. പ്രസിഡന്റ് മോഹൻലാൽ എത്തിയില്ലെങ്കിൽ യോഗം നടക്കണ്ട, പക്ഷേ പ്രസിഡന്റ് നേരിട്ടെത്തി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അമ്മ ഇനി എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് അത് കൃത്യമായി തന്നെ വെളിപ്പെടുത്തണമെന്നടക്കമുള്ള നിരവധി കാര്യങ്ങളാണ് അംഗങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത്. ഏറ്റവും ഒടുവിൽ നടി ശ്വേതാ മേനോൻ അടക്കം ബാബുരാജിനെതിരെ നിലപാട് പ്രഖ്യാപിക്കുന്നുണ്ട്. ശ്വേതാ മേനോൻ പറയുന്നത് ആരോപണ വിധേയനായ ബാബുരാജ് താൽക്കാലികമായി പോലും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ പാടില്ല. ഇപ്പോൾ മറ്റൊരു ഭാരവാഹിത്വം കൂടി അദ്ദേഹം വഹിക്കുന്നുണ്ട്. അതുപോലും വഹിക്കാനുള്ള ഒരു അർഹത അയാൾക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് മാറി നിന്ന് അന്വേഷണത്തെ നേരിടണം എന്ന കാര്യം കൂടി നടി ശ്വേതാ മേനോൻ പറയുന്നുണ്ട്. ഉർവശി, ഹൻസിബ പോലുള്ള നടിമാർ ഇതിനു മുൻപ് തന്നെ നിലപാട് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജും നിലപാട് കൃത്യമായി തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അമ്മ സംഘടനയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ചേരിതിരിവും പൊട്ടിത്തെറിയും തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോകുവാനും കഴിയില്ലല്ലോ. ഇപ്പോൾ ഫെഫ്ക വിശദീകരണം ചോദിച്ചിട്ടുണ്ട് രഞ്ജിത്തിനോട്. അതുപോലെ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന കാര്യത്തിൽ അമ്മയ്ക്കൊരു നിലപാടെടുത്തേ പറ്റുകയുള്ളൂ. എന്താണ് മുന്നോട്ടുള്ള വഴിയെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ കൂടുതൽ ആളുകളും കൂടുതൽ അഭിനേതാക്കളും ജഗദീഷ് നേതൃനിരയിലേക്ക് വരണം എന്ന ആവശ്യം ഉന്നയിക്കുന്നതായാണ് അറിയുന്നത്. ജഗദീഷ് അതിൽ പൂർണ്ണമായിട്ടും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുമില്ല. അദ്ദേഹത്തിന് വരില്ല എന്ന കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുമില്ല. പക്ഷെ എന്താണ് ഇതിനു മുന്നിലൊരു തടസ്സം എന്നിപ്പോഴും വ്യക്തമല്ലല്ലോ. ഇപ്പോൾ മോഹൻലാൽ വരാത്തതാണോ യോഗം ചേരാൻ പറ്റാത്തത് എന്ന് എത്ര നാൾ പറഞ്ഞു ഒഴിയാൻ കഴിയും? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഈ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ആദ്യം അമ്മയുടെ നിലപാടുമായി രംഗത്തെത്തുന്നു. ഇത് ഈ റിപ്പോർട്ടിൽ പ്രതികരണം നടത്താത്തത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണം നടത്താത്തതിൽ പ്രധാനപ്പെട്ട കാര്യം തങ്ങളുടെ ഒരു ഷോ ഈ വയനാടിന്റെ ദുരിതാശ്വാസ സഹായത്തിന് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തങ്ങൾ ഈ റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ പറയാത്തത്, അല്ലെങ്കിൽ ആ ഒരു തിരക്കിലായിരുന്നു എന്നുള്ളൊരു വിശദാംശവുമായി രംഗത്തെത്തുന്നു. പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് സിദ്ദിഖിനെതിരെ തന്നെ ഒരു ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണവുമായി ഒരു പരാതിക്കാരി രംഗത്തെത്തുന്നു. അതിനുശേഷം സിദ്ദിഖ് രാജിവെക്കുന്ന സാഹചര്യം. മറ്റൊന്ന്, താൽക്കാലിക ചുമതല ബാബുരാജിന് നൽകുന്നു. അങ്ങനെ ബാബുരാജിനെതിരെ വീണ്ടും ഒരു യുവതി രംഗത്തെത്തുന്ന സാഹചര്യം. ഇന്നിപ്പോൾ പരാതി കൈമാറിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി ആരായിരിക്കണം രംഗത്തെത്തേണ്ടത്, അല്ലെങ്കിൽ ആരായിരിക്കണം ഈ ഒരു സ്ഥാനത്തേക്ക് എത്തേണ്ടത്? കാരണം ഇങ്ങനെ സ്ഥാനത്തെത്തുന്നവർക്കെതിരെ ആരോപണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. ബാബുരാജിനെതിരെ, ജയസൂര്യക്കെതിരെ, ഇടവേള ബാബുവിനെതിരെ, അങ്ങനെ നമ്മൾ അപ്രതീക്ഷിതമായി ചില പേരുകൾ ഉയർന്നു വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ആരാകണം? കളങ്കിതനാകാത്ത ഒരാൾ തന്നെ നേതൃനിരയിൽ എത്തണം
എന്നുള്ളൊരു ആവശ്യമാണ് ഭൂരിഭാഗം അംഗങ്ങളും ഉന്നയിക്കുന്നത്. അതിൽ നടിമാരാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇനി ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ഒരാൾ ഈ നേതൃനിരയിൽ വരാൻ പാടില്ല. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റാരോപിതരാരുടെ പേരുകൾ മറച്ചുവെക്കുന്നതിനെതിരെ വലിയ രീതിയിൽ വിമർശനമുയരുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി ഇത് 10-ാം തീയതി കേസ് പരിഗണിക്കുന്ന ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് നടിമാർ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത്. ഇനി നേതൃനിരയിൽ വരണമെങ്കിൽ അതിൽ കളങ്കിതരാകാത്ത ഒരാൾ തന്നെ വരണം. പക്ഷെ അത് ആരാക്കുമെന്ന് അവർക്കിടയിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നു. അങ്ങനെ ധൈര്യത്തോടെ മുന്നിലേക്ക് വരാൻ ഒരു നടന്മാരും തയ്യാറായിട്ടില്ല. ജഗദീഷ് ആയിക്കോട്ടെ, ജഗദീഷിനെ പരിഗണിക്കണമെന്നൊരു കാര്യത്തോട് അനുകൂലമായോ പ്രതികൂലമായോ ജഗദീഷ് പ്രതികരിച്ചിട്ടില്ല. ജഗദീഷ് പറയുന്ന ഒരു കാര്യം, തനിക്കിപ്പോൾ ഒരുപാട് സിനിമകളുള്ള സമയമാണ്, അങ്ങനെയാണെങ്കിൽ ഒരു ജനറൽ സെക്രട്ടറി അത്രയും ഭാരമുള്ള ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ജഗദീഷിനെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഈ സിനിമയും ഷൂട്ടിങ്ങും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ മറ്റാരെ പരിഗണിക്കുമെന്നുള്ളൊരു ചോദ്യം കൂടി ഇവർ ഇവിടെ ആകെ ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ അഭിനേതാക്കളുടെ സംഘടന. ഒരു നിലപാടെടുക്കാൻ പറ്റാതെ വലയുകയാണ്. അമ്മയിൽ അംഗങ്ങൾ മാത്രമല്ല, പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചു വരുന്ന 5 പേരാണ് ഇപ്പോൾ പോലീസ് നിയമ നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 5 പേർക്കെതിരെ പരാതി വന്നു കഴിഞ്ഞു പോലീസിന് മുന്നിൽ. അതേസമയം നിർണായകമായ ഒരു തീരുമാനം അന്വേഷണ സംഘം എടുത്തിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന ഈ പരാതികൾ എല്ലാം അന്വേഷണ സംഘത്തിലേക്ക് കൈമാറും. ഈ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ഓഫീസർ തന്നെ, ഒരു വനിതാ ഓഫീസർ തന്നെ ഓരോ പരാതി അന്വേഷിക്കുന്നതിന്റെ ചുമതലയിലും ഉണ്ടാകും എന്ന തീരുമാനവും വന്നിട്ടുണ്ട്. വി അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഈ സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്ന പരാതികൾ ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണല്ലോ പ്രത്യേക അന്വേഷണ സംഘം. ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഓരോ സ്റ്റേഷനുകളിലുമാണല്ലോ FIR ഇടുന്നത്. ആ FIRകളിൽ ഏത് രീതിയിലുള്ള അന്വേഷണം നടക്കുമെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം? മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതികൾ ഉൾപ്പെടെയുള്ളവ അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗമാണെന്ന് പോലീസ് ആസ്ഥാനത്ത് ചേർന്നത്. പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം യോഗത്തിൽ പങ്കെടുത്തു. അതായത് ലോക്കൽ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കേസുകളും മുതിർന്ന വനിതാ ഓഫീസർമാരുടെ സംഘം അന്വേഷിക്കാനുള്ള തീരുമാനം. അന്വേഷണ സംഘത്തിൽ കൂടുതൽ വനിതാ ഓഫീസർമാരെയും ഉൾപ്പെടുത്തും. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കേസുകളും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനാണ് നിർദ്ദേശം. അന്വേഷണ സംഘത്തിലെ ഓഫീസർമാർ കൂടാതെ മറ്റു മുതിർന്ന IPS ഓഫീസർമാരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ കേസുകളും ഈ അന്വേഷണ സംഘത്തിന് കൈമാറും. ഓരോ മേഖലകളിലുമുള്ള ഉദ്യോഗസ്ഥർ ആ മേഖലകളിൽ ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകും. പൂങ്കുഴലി, കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥയാണ്. അവർ ആ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്ന പരാതികൾ, അവിടെയുള്ള കേസുകൾക്ക് അവരുടെ നേതൃത്വത്തിലാകും ഈ സംഘം പ്രവർത്തിക്കുക. അങ്ങനെ ഓരോ മേഖലയിലും ഇത്തരം ഉദ്യോഗസ്ഥരുണ്ടാകും. 4 വനിതാ IPS ഉദ്യോഗസ്ഥരുടെയും കീഴിൽ കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥർ അംഗങ്ങളെ ആ ഉദ്യോഗസ്ഥർ തന്നെ തീരുമാനിക്കാം. ആരോപണവുമായി രംഗത്ത് വരുന്നവരുടെ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തും. മൊഴിയിൽ ആരോപണം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് താൽപര്യമുണ്ടെങ്കിൽ അവർ പരാതി വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ഉടൻ കേസെടുക്കാനാണ് നിർദ്ദേശം. അന്വേഷണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കണം. ഓരോ വനിതാ ഉദ്യോഗസ്ഥർക്കും ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിയോടുകൂടി ഈ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാം. കൃത്യമായിരിക്കണം, തെളിവുകൾ കൃത്യമായിരിക്കണം. മൊഴികൾ, സാക്ഷി മൊഴികൾ സാഹചര്യത്തിൽ വരുന്ന സൂക്ഷ്മ പരിശോധിച്ച് വേണം കേസ് രജിസ്റ്റർ ചെയ്യാൻ. കോടതിയിൽ നിന്ന് തിരിച്ചടി ലഭിക്കാത്ത വിധം അന്വേഷണം മുന്നോട്ട് പോകണം. കൃത്യമായി നിയമ നടപടിക്രമങ്ങൾ പാലിച്ചു തന്നെ അന്വേഷണം മുന്നോട്ട് പോകാനാണ് സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാകും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക. ഇതിനകം ചില പരാതികൾ അന്വേഷണ സംഘത്തിന് മെയിലിലൂടെ മറ്റും ലഭിച്ചു കഴിഞ്ഞു. ചില നടിമാർ തങ്ങളുടെ ദുരനുഭവം അന്വേഷണ സംഘത്തിലെ വനിതാ IPS ഉദ്യോഗസ്ഥരടക്കം ഫോണിലൂടെ അറിയിച്ചിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ ഔദ്യോഗികമായി റിട്ടേൺ കംപ്ലയിന്റ് രേഖാമൂലമുള്ള പരാതി എഴുതി വാങ്ങിച്ചാകും അന്വേഷണം മുന്നോട്ട് പോവുക. ഏതായാലും അന്വേഷിക്കാൻ കാര്യങ്ങളുണ്ട് എന്ന് തന്നെ പോലീസിന്റെ ആദ്യ ദിവസത്തെ യോഗത്തിൽ അവർ നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അന്വേഷണ സംഘം വിപുലപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ദുരനുഭവം ഉണ്ടായവർ സ്ത്രീകളായതുകൊണ്ട് തന്നെ വനിതാ ഉദ്യോഗസ്ഥരെ കൂടുതൽ IPS ഉദ്യോഗസ്ഥർക്ക് പുറമെ അവരുടെ സംഘത്തിലും CIമാർ വരെയുള്ള വനിതാ ഉദ്യോഗസ്ഥരുടെ ഒരു ടീമിനെ രൂപീകരിക്കാൻ നിർദ്ദേശം. അതിവേഗം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് DGP നൽകിയിരിക്കുന്ന നിർദ്ദേശം. അന്വേഷണം വലിച്ചിഴക്കരുത്, വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കണം. ഒരു തരത്തിലും കോടതിയിൽ നിന്ന് തിരിച്ചുണ്ടാകാത്ത തരത്തിലുള്ള ഫ്രെയിമിംഗ് ആകണം ഓരോ കേസുകളും നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകിയിരിക്കുന്നു. മെറിൻ ജോസഫ് അവർ ഇന്ന് കേരളത്തിലില്ല. അവർ ഒഴികെയുള്ള ഈ അന്വേഷണത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും അതിനു പുറമെ സംസ്ഥാന പോലീസ് മേധാവിയും ഇന്റലിജൻസ്
ADGPയും യോഗത്തിൽ പങ്കെടുത്തു. ശരി, വിവരണമാണ് വിവരങ്ങൾ നൽകിയത്. അന്വേഷണ സംഘത്തിന്റെ സുപ്രധാനമായ തീരുമാനമാണ് വന്നത്. പരാതികൾ ഓരോന്നായി പോലീസിന് മുന്നിലേക്ക് വരികയാണ്. ലോക്കൽ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന FIR-കൾ അന്വേഷണ സംഘത്തിന് കൈമാറും. ഒരു വനിതാ ഓഫീസറായിരിക്കും ഓരോ അന്വേഷണത്തിനും ചുമതല വഹിക്കുക. ഇന്ന് സുരേഷ് ഗോപി അസാധാരണമായ പെരുമാറ്റമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത്. 2 തവണ ഇന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അതിൽ ആദ്യത്തെ തവണയും ശുഭിതനായിരുന്നു. മുകേഷിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള സംസാരമായിരുന്നു സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. തീരുമാനങ്ങൾ കോടതി എടുക്കട്ടെ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അതിനുശേഷം വീണ്ടും മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോൾ മാധ്യമപ്രവർത്തകരെ പിടിച്ചു തള്ളുകയായിരുന്നു സുരേഷ് ഗോപി ചെയ്തത്. കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിക്കെതിരെയുള്ള പ്രതികരണം നടത്തിയിരുന്നു. പാർട്ടി നിലപാട് മുകേഷ് രാജിവെക്കണം എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം. ഈ പ്രതികരണത്തോടുള്ള അഭിപ്രായം ചോദിച്ചപ്പോഴായിരുന്നു അസാധാരണമായ നടപടിയിലൂടെ പ്രകോപിതനായി സുരേഷ് ഗോപിയെ കാണപ്പെട്ടത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മുകേഷിനെ പിന്തുണയ്ക്കുന്ന സുരേഷ് ഗോപിയുടെ നിലപാട് അത് BJP-യിൽ പോലും ഒരു തലവേദന ഉണ്ടാക്കിയിരിക്കുകയാണ്. അല്പം മുമ്പാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ഈ രീതിയിൽ പ്രതികരിച്ചത്. മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റുകയായിരുന്നു സുരേഷ് ഗോപി ചെയ്തത്. ഈ വിഷയത്തിൽ നിരവധി പരാതികൾ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ അഭിനേതാക്കൾക്കെതിരെയും സാങ്കേതിക വിദഗ്ധർക്കെതിരെയും വരുന്നത്, അതും പ്രമുഖർക്കെതിരെ വരുന്നത്, ഇതിലുള്ള അഭിപ്രായ പ്രകടനമായിരുന്നു സുരേഷ് ഗോപിയോട് ചോദിച്ചത്. അതിൽ ആദ്യം രാവിലെ സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം മുകേഷിന് പിന്തുണയാണ് അറിയിച്ചത്. അതുമാത്രമല്ല, മാധ്യമങ്ങൾക്കെതിരെയുള്ള പ്രതികരണമായിരുന്നു സുരേഷ് ഗോപി നടത്തിയത്. മാധ്യമങ്ങളാണ് ഈ വിഷയം വഷളാക്കുന്നത് എന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു. സിനിമാ മേഖലയെ തകർക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. അതിനുശേഷം വീണ്ടും മാധ്യമപ്രവർത്തകർ കെ സുരേന്ദ്രന്റെ അഭിപ്രായത്തോടുള്ള പ്രതികരണം ചോദിച്ചപ്പോഴാണ് ഈ രീതിയിലുള്ള പ്രതികരണം സുരേഷ് ഗോപിയിൽ നിന്ന് ഉണ്ടായത്. കിരൺ, എന്തായിരുന്നു സുരേഷ് ഗോപി രാവിലെ കണ്ടപ്പോൾ അദ്ദേഹം അത്രമാത്രം പ്രകോപിതനായിരുന്നില്ല. അദ്ദേഹം മുകേഷിന് പിന്തുണ നൽകുകയായിരുന്നു. പക്ഷേ ഈ BJP-യുടെ നിലപാട് ചോദിച്ചപ്പോഴാണല്ലോ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റം ഉണ്ടായത്. മഞ്ജുഷ, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയും പോലെ BJP സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് ഗോപിയെ തള്ളിപ്പറഞ്ഞതിൽ പ്രകോപിതനായ സുരേഷ് ഗോപി അത് മാധ്യമപ്രവർത്തകരോടാണ് തീട്ടത്. ഒരു കേന്ദ്രമന്ത്രിയാണ് എന്നതോർക്കാതെ, ഒരു MP ആണ് എന്നതോർക്കാതെ BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണത്തോടുള്ള മറുപ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരെയാണ് തള്ളി മാറ്റുകയും അവരോട് കയ്യാങ്കളിക്ക് മുതിരുകയും ചെയ്തിരിക്കുന്നത്. ഒരു കേന്ദ്രമന്ത്രിയാണ് ഇത്തരത്തിൽ ഒരു സാമാന്യ മര്യാദ വിട്ടുകൊണ്ട് മാധ്യമങ്ങളെ നേരിട്ടത് എന്നതുകൂടി ഓർക്കണം. രാവിലെ സുരേഷ് ഗോപിയെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ സ്വാഭാവികമായി ഉയരേണ്ട ചോദ്യമാണ്, സിനിമാ രംഗത്ത് നിന്ന് വരുന്ന ഒരു MP ഒരു രാഷ്ട്രീയ നേതാവിനോട് ഈ വിഷയത്തിലെ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം മുകേഷിനെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞ വിചിത്രമായ ഒരു ന്യായമുണ്ട്. എന്നോട് ഈ ചോദ്യം ചോദിക്കേണ്ടത് അമ്മയുടെ യോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ്, അല്ലാതെ ഞാൻ മറ്റൊരിടത്ത് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വേണം ചോദിക്കേണ്ടതെന്നാണ്. എങ്ങനെയാണ് അതെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മനസ്സിലാവുന്ന ഒരു ന്യായമല്ല സുരേഷ് ഗോപി പറഞ്ഞത്. ഏത് വിഷയത്തിലാണോ ചോദ്യം ചോദിക്കേണ്ടത് ആ വിഷയത്തിന്റെ യോഗം കഴിഞ്ഞിറങ്ങുമ്പോൾ മാത്രമേ ആ ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ സുരേഷ് ഗോപി മുകേഷിനെ പൂർണ്ണമായും ന്യായീകരിക്കായിരുന്നു. എല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. കിരണിലേക്ക് വരാം. ആ ബൈറ്റ് നമുക്കൊന്ന് കേൾക്കാം. സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കുകയായിരുന്നു അവിടെ ചെയ്തത്. ഇവിടെയാണോ ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ചോദിച്ചത്. അത് അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴല്ലേ ഇതിനെപ്പറ്റി ചോദിക്കേണ്ടത് എന്ന രീതിയിലുള്ള സ്റ്റഡി ക്ലാസ് എടുക്കലായിരുന്നു സുരേഷ് ഗോപി നടത്തിയത്. സുരേഷ് ഗോപിയുടെ ആ പ്രതികരണം ഇപ്പോൾ കേൾക്കാം. അതിനുശേഷം കെ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടേതല്ല പാർട്ടി നിലപാട് എന്ന് പറഞ്ഞിരുന്നു. ആ 2 ബൈറ്റുകളും കേൾക്കാം. ആദ്യം സുരേഷ് ഗോപിയുടെ പ്രതികരണം രാവിലത്തേത്. കോടതി വല്ലതും പറഞ്ഞോ മുകേഷിന്റെ കാര്യം? കോടതി പറയും. ഈ ആരോപണം വന്ന പശ്ചാത്തലത്തിൽ നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ, മാറി നിൽക്കേണ്ട സാഹചര്യം ഇല്ല. കോടതി പറയും. ഞാൻ പറയുന്ന അതൊന്നും ഇവിടെ പ്രസക്തമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട്? അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക. ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും. ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണ്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കും. സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും, എടുത്തോട്ടെ. നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല,
നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിംഗ് ആണ്. അത് അന്നേരം നടക്കും. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. സുരേഷ് ഗോപിയുടെ പിന്നാലെ കൊടയുമായിട്ട് പോകുന്നവര് നിങ്ങളെ 1.5 മണിക്കൂർ കേൾപ്പിക്കുന്ന ആളുണ്ടല്ലോ. ഈ ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തോടൊന്ന് ചോദിക്കും. ഗണേഷ് കുമാറിനോട് നിങ്ങൾ കുറച്ച് സോഫ്റ്റും. സുരേഷ് ഗോപി ഇവിടുത്തെ മന്ത്രിയൊന്നും അല്ലല്ലോ, കേന്ദ്രത്തിലെ മന്ത്രിയല്ല. ഞാൻ പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞു. പാർട്ടി സുചിന്തിതമായി എടുത്ത ഒരു തീരുമാനമാണ് മുകേഷ് രാജിവെക്കണം. വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. കെ സുരേന്ദ്രന്റെ ഈ ഒരു പ്രതികരണത്തിന്റെ അഭിപ്രായം ചോദിച്ചപ്പോഴാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളെ തള്ളി മാറ്റിക്കൊണ്ട് പ്രകോപിതനായി കാറിൽ കയറിപ്പോയത്. സിനിമയിലെ പോലെ ആക്ഷൻ രംഗങ്ങളിൽ അഭിനയിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം. ആക്രോശിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി മാധ്യമങ്ങൾക്ക് നേരെ. മാധ്യമങ്ങളാണ് ഈ പ്രശ്നം വഷളാക്കുന്നത് എന്ന് എന്തടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി പറയുന്നത് എന്നതിലാണ് അത്ഭുതം. ഇത്രയും വലിയ വെളിപ്പെടുത്തലുകൾ, സ്ത്രീകൾക്ക് നേരെ ഉണ്ടായ ഈ തരത്തിലുള്ള പെരുമാറ്റങ്ങൾ, ഇത് നടിമാർ തന്നെ തുറന്നു പറയുമ്പോൾ ആ വിഷയത്തിൽ അവർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ട സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ പൂർണ്ണമായും അമ്മ എന്ന സംഘടനയെ, ഇതുവരെ ഒരു നിലപാടും എടുക്കാനാവാതെ കുഴങ്ങുന്ന അമ്മ എന്ന സംഘടനയെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് നടത്തുന്നത്. എന്നിട്ടും അരിശം തീരാതെയാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കയറുന്നത്. അതാണിപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. സുരേഷ് ഗോപി ഇപ്പോഴും മുകേഷിനും അതുപോലെ തന്നെ നടിമാർ ആർക്കൊക്കെ എതിരെയാണോ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും ഉന്നയിച്ചത് അവർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നതാണ് ഏറെ ദൗർഭാഗ്യകരമായ കാര്യം. ഈ വിഷയത്തിൽ ഈ ഒരു നിലപാടാണോ സുരേഷ് ഗോപി എടുക്കേണ്ടത് എന്നതാണ്. അദ്ദേഹം പൊതുസമൂഹത്തിനൊപ്പമല്ല, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാടിനെയും തള്ളിക്കളഞ്ഞുള്ള പ്രതികരണമാണ് സുരേഷ് ഗോപിയിൽ നിന്ന് ഉണ്ടാകുന്നത്. അമ്മ എന്ന സംഘടനയെ എന്തിനാണ് സുരേഷ് ഗോപി ഈ രീതിയിൽ ന്യായീകരിക്കുന്നത്? അമ്മയിൽ നിന്ന് തന്നെ നടിമാർക്ക് അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഇന്നലെ പൃഥ്വിരാജ് ആ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. അതുമാത്രമല്ല, മുതിർന്ന പല താരങ്ങളും ഈ നടിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുമ്പോഴാണ് സുരേഷ് ഗോപിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഉണ്ടാകുന്നത്. മുകേഷിനെതിരെ കോടതി ഒന്നും സ്വീകരിച്ചിട്ടില്ലല്ലോ എന്നാണ് സുരേഷ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ചേരുകയാണ്, BJP നേതാവ് ടെലിഫോൺ ലൈനിൽ. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, BJP ഇക്കാര്യത്തിൽ സുവ്യക്തമായ ഒരു നിലപാട് എടുത്തിട്ടുണ്ടല്ലോ. മുകേഷിനെതിരെയുള്ള ആരോപണം അതിശക്തമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് CPM-ഉം സർക്കാരുമാണ്. പക്ഷേ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി എന്തിനാണ് മുകേഷിനെ അനുകൂലിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, മുകേഷിനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തി എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരനല്ല 100%. അത് ഞങ്ങൾ പലവട്ടം ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ളതാണ്. സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരൻ, 100% രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ട് കോടതിയിൽ ആ രീതിയിൽ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിന് നിങ്ങളെല്ലാവരും കൂടി സുരേഷ് ഗോപിയുടെ മെക്കെട്ട് കയറാൻ പോണെന്തിനാ? അദ്ദേഹത്തിന് അഭിപ്രായം പറഞ്ഞു. അല്ല, ഇതൊരു മെക്കിട്ട് കയറലല്ല ശ്രീ ബി ഗോപാലകൃഷ്ണൻ നടക്കുന്നത്. താങ്കൾ ആ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കരുത്. ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ നിലപാട് ഇക്കാര്യത്തിൽ ചോദിക്കുന്നതിൽ എന്ത് തെറ്റാണ്? ഇനി താങ്കൾ പറഞ്ഞു ഇത് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല എന്ന്. താങ്കൾ അങ്ങനെ പറഞ്ഞൊഴിഞ്ഞാലും അദ്ദേഹം ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഈ നിലയിൽ അഭിപ്രായം ചോദിക്കരുത് എന്നാണോ? അങ്ങനല്ല, നിങ്ങൾക്ക് ചോദിക്കാം മഞ്ജുഷേ. അദ്ദേഹത്തിന്റെ അഭിപ്രായവും പറയാം. ആ അഭിപ്രായം ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയല്ല എന്ന് നിങ്ങൾക്ക് പറയാം. അതിന് അയാളുടെ വഴിയിൽ അയാളെ തടഞ്ഞു നിർത്തിയിട്ട് ഇന്ന അഭിപ്രായം പറഞ്ഞേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ പോണെന്തിനാ? അങ്ങനെയല്ല ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ഒരു പാർട്ടി ഒരു നിലപാടെടുത്താൽ അദ്ദേഹം എന്തായാലും BJP-കാരനാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഒരു പാർട്ടി ആ നിലപാടെടുത്താൽ ഒരു കേന്ദ്ര സഹമന്ത്രിയാണെങ്കിൽ കൂടി ആ പാർട്ടിയുടെ നിലപാടിനനുസരിച്ചാണോ അദ്ദേഹം പോകുന്നത് എന്ന കാര്യം മാധ്യമങ്ങൾക്ക് ചോദിക്കാൻ പാടില്ല എന്നുണ്ടോ? പാർട്ടി അധ്യക്ഷന്റെ നിലപാട് ഇങ്ങനെയാണ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞു നിർത്തുകയല്ലോ. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി വരുന്ന വഴിയിലും മുഖ്യമന്ത്രിയെ തടഞ്ഞു നിർത്തുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണോ മഞ്ജുഷേ? നിങ്ങൾക്ക് പാർട്ടിയുടെ നിലപാട് വളരെ കൃത്യമായി സുവ്യക്തമായി, എന്റെ സ്റ്റേറ്റ്മെന്റിൽ, ഞാൻ എത്രയോ സ്റ്റേറ്റ്മെന്റിൽ അമ്മ പിരിച്ചുവിടണം എന്ന് വരെ പറഞ്ഞ ആളാണ് ഞാൻ. നിങ്ങൾക്ക് വളരെ കൃത്യമാണ്, ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ഈ വിഷയത്തിൽ
സ്ത്രീ പീഡനം നടത്തുന്നത് മുകേഷ് ആയാലും ശരി, രഞ്ജിത്ത് ആയാലും ശരി, ആരായാലും ശരി, ഞങ്ങളുടെ സ്ഥാനം, ഞങ്ങളുടെ പോയിന്റ്, ഞങ്ങളുടെ പൊസിഷൻ വളരെ ക്ലിയർ ആണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ BJPയുടെ അധ്യക്ഷൻ പറഞ്ഞ തരത്തിലോ അല്ല സുരേഷ് ഗോപി പ്രതികരിച്ചതെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് അവിടെ കടന്നോട്ടെ. നിങ്ങൾ അത് സുരേഷ് ഗോപിയെ കൊണ്ട് പ്രകോപിപ്പിച്ച് നിങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നു, അങ്ങനെയാണ് നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞേ പോകാൻ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെയാണ്. ആ അഭിപ്രായം നിങ്ങൾ പറഞ്ഞോളൂ, എന്നിട്ട് തെറ്റ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെ നിൽക്കട്ടെ. താങ്കളുടെ ഒരു നിലപാട് പറയൂ. സുരേഷ് ഗോപി ഇങ്ങനെ ഒരു നിലപാടാണോ സ്വീകരിക്കേണ്ടത്? ഇപ്പോൾ ഇത് CPM എന്ത് നിലപാടാണോ സ്വീകരിച്ചത് ആ നിലപാട് തന്നെയാണ് സുരേഷ് ഗോപിയും സ്വീകരിക്കുന്നത്. CPM പറയുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ മുകേഷിനെ ഇതുവരെ ഈ നയരൂപീകരണ സമിതിയിൽ നിന്ന് പോലും മാറ്റാത്തത്. നേരത്തെ സമാനമായ ആരോപണങ്ങൾ ഈ മറ്റു പാർട്ടികളിലെ ജനപ്രതിനിധികൾക്ക് നേരെയും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് അവരൊന്നും പദവികൾ ഒഴിഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. അപ്പോൾ ഇതേ നിലപാട് തന്നെ ഇപ്പോൾ സുരേഷ് ഗോപിയും സ്വീകരിക്കുകയാണ്. അതിനെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടില്ല. അതുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് ഒരു ഓർഗനൈസേഷന്റെ അഭിപ്രായമല്ല, സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിരിക്കാം. അത് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് ഒന്നും കൂടി പഠിച്ചിട്ട് വേണമെങ്കിൽ രണ്ടാമത് കറക്റ്റ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് നോക്കിയിട്ട് രണ്ടാമത് കറക്റ്റ് ചെയ്യുമായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ മാനിക്കുക. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ CPMന്റെ എടുത്ത തീരുമാനം പോലെ തന്നെയാണ് സുരേഷ് ഗോപി എടുത്തത് എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധം വ്യാഖ്യാനിച്ചോളൂ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അഭിപ്രായം പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഒരു സ്ത്രീപക്ഷ നിലപാടെടുക്കുന്നതിൽ നിന്നും സുരേഷ് ഗോപിയെ തടയുന്നത് എന്താണ് ഇവിടെ? ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം പറയുന്നത് അടുത്ത ചെസ് നമ്പർ ഇദ്ദേഹമാണോ എന്ന് സുരേഷ് ഗോപി സംശയിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ്. അങ്ങനെ തന്റെ മേഖലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് തനിക്കും എതിരാകുമോ എന്നുള്ള ഒരു സംശയം സുരേഷ് ഗോപിക്കുണ്ടോ എന്നൊരു സംശയം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഉന്നയിക്കുമ്പോൾ അതിനെയും നമുക്ക് കുറ്റം പറയാൻ പറ്റുകയില്ല. അല്ല, അത് കോൺഗ്രസ്സുകാരനല്ല ഈ സുരേഷ് ഗോപി. സുരേഷ് ഗോപി BJPക്കാരനാണ്. അതുകൊണ്ട് ചെസ്റ്റ് നമ്പർ കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടിൽ പോയാൽ ധാരാളം ചെസ്റ്റ് നമ്പർ കിട്ടും. അത് VD സതീശന്റെ വീട്ടിൽ പോയാൽ മതി, ചെസ് നമ്പർ കിട്ടും. അബിൻ വർഗിയുടെ നേതാവ് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പം ധാരാളം ചെസ്റ്റ് നമ്പർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, എനിക്കറിയാം. അവിടെ താങ്കൾ സുരേഷ് ഗോപിയെ BJPക്കാരനാക്കുന്നുണ്ട്, അബിൻ വർക്കി കോൺഗ്രസ്സുകാരനാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ BJPക്കാരനാണെങ്കിൽ ഒരു സ്ത്രീപക്ഷ നിലപാട് അദ്ദേഹം എടുക്കണം. പാർട്ടിയോട് യോജിച്ച് തന്നെ അദ്ദേഹം മുന്നോട്ട് പോകണം. പാർട്ടി ഒരു വ്യക്തമായ നിലപാട് എടുത്തിട്ടുണ്ട്, അതിനെ ഞാൻ ഒരിക്കലും ഖണ്ഡിച്ചിട്ടില്ല. വ്യക്തമായ ഒരു നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ ഈ മാധ്യമങ്ങളോട് ശോഭിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടെടുത്തുകൊണ്ട് സ്ത്രീ വിരുദ്ധമായ നിലപാടെടുത്തുകൊണ്ട് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുവാനുള്ള അവകാശം മാധ്യമങ്ങൾക്കുണ്ട്. അല്ല, സ്ത്രീ വിരുദ്ധമായ ഒരു നിലപാട് അദ്ദേഹം എടുത്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശം, ഫിസിക്കലായിട്ട് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഒന്നും ഒരു മാധ്യമ പ്രവർത്തകർക്കും കൊടുത്തിട്ടില്ല. ഫിസിക്കലായിട്ട് ചോദ്യം ചെയ്തിട്ടില്ല. അല്ല, ഫിസിക്കലായിട്ട് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്തിട്ടില്ല, അദ്ദേഹം ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമായിരുന്നു. ഗോപാലകൃഷ്ണൻ, ദൃശ്യങ്ങൾ വ്യക്തമാണല്ലോ. ഒരു കേന്ദ്ര സഹമന്ത്രിയെ മാധ്യമങ്ങൾ പോയി അറ്റാക്ക് ചെയ്യുമോ? ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളിൽ നടക്കുന്നവരാണ്. ഒരു കേന്ദ്ര സഹമന്ത്രിയാന്നുള്ള സാമാന്യ മര്യാദ പോലും കാണിക്കാതെ അദ്ദേഹത്തിന്റെ വാതില്, ആ കാറിന്റെ വാതില് അങ്ങനെ അടഞ്ഞു നിൽക്കുന്നതിന് അങ്ങനെയൊക്കെ ചോദിക്കുക. താങ്കൾ ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നയാളല്ലേ ശ്രീ B. ഗോപാലകൃഷ്ണൻ? താങ്കളെ പോലെയുള്ള ആൾ ഇങ്ങനെ പറയരുത്. ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ മാധ്യമങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് എടുക്കുന്നത് ആദ്യമായിട്ടാണോ? അല്ല, അതല്ലാന്ന് ഞാൻ ഇന്നലെ വരെ ഇല്ലാത്ത കാര്യമാണല്ലോ നിങ്ങൾ ഇപ്പൊ പറയുന്നത്. ഇന്നലെ വരെ മാധ്യമങ്ങളുമായി ഏറ്റവും നല്ല ബന്ധമുള്ള ആളാണ് സുരേഷ് ഗോപി. വളരെ സ്ത്രീ സമൂഹത്തിന്റെ രക്ഷകനായി നിൽക്കുന്ന ആളാണ് സുരേഷ് ഗോപി എന്ന് തന്നെയല്ലേ ഇന്നലെ വരെ നിങ്ങളും നമ്മളും എല്ലാം പറഞ്ഞത്. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വാതിൽ ബ്ലോക്ക് ചെയ്തു തന്നപ്പോ അദ്ദേഹം പ്രകോപിതനായിട്ടുണ്ടാവും. ഞാൻ നിഷേധിച്ചിട്ടൊന്നുമില്ല. ശരി, B. ഗോപാലകൃഷ്ണൻ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ അബിൻ വർക്കി അദ്ദേഹത്തെ കുറിച്ചൊരു പരാമർശം ഇവിടെ വന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ വിളിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ ഇവിടെ B. ഗോപാലകൃഷ്ണനുമായി സംസാരിക്കുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. താങ്കളുടെ ഒരു പ്രസ്താവന, അതായത് അടുത്ത ചെസ് നമ്പർ താനാണോ എന്നുള്ള സംശയം സുരേഷ് ഗോപിക്ക് ഉണ്ടോ? അങ്ങനെ ഒരു കാര്യം താങ്കളുടെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നത് അതിന് സുരേഷ് ഗോപി BJPക്കാരനാണ്, കോൺഗ്രസ്സുകാരനല്ല എന്ന മറുപടിയാണ്. അബിൻ,
അതായത് അടുത്ത ചെസ് നമ്പർ താഴെ എന്നുള്ള സംശയത്തിന്റെ പുറത്താണ് ശ്രീ സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇല്ലെങ്കിൽ അദ്ദേഹം എന്തിനാണ് ഇത്ര പ്രകോപിതനാകുന്നത്? അദ്ദേഹം ഒരു സിനിമാ നടൻ എന്നതിലുപരി ഒരു കേന്ദ്രമന്ത്രിയാണ്. ആ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ഈ നാട്ടിലെ സർക്കാരുകൾ എടുക്കുന്ന നിലപാടുകളെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കേണ്ടതാണ്. ഇപ്പൊ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ തന്നെ ആ റിപ്പോർട്ടിനെ BJP-ക്കാർ വളരെ ക്രിട്ടിസൈസ് ചെയ്ത് ഗവൺമെന്റിനെതിരെ പറയുമ്പോഴും ശ്രീ സുരേഷ് ഗോപി ഇവിടെ സിനിമാക്കാരോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. സിനിമാ മേഖലയിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അവര് എത്രമാത്രം മോശകരമായിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നതെന്ന് ഈ റിപ്പോർട്ടിലുണ്ട്. എന്നിട്ടും അവരെ ഒന്ന് തള്ളി പറയാൻ ശ്രീ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ശ്രീ B. ഗോപാലകൃഷ്ണനോട് ചോദിക്കാനുള്ളത്, അത് BJP-യുടെ നിലപാടാണോ ഈ സുരേഷ് ഗോപി പറയുന്നത് എന്നുള്ളതാണ്. കാരണം ശ്രീ K. സുരേന്ദ്രൻ തന്നെ സുരേഷ് ഗോപിയെ തള്ളി പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ. BJP-യുടെ നിലപാടല്ല, അത് B. ഗോപാലകൃഷ്ണൻ സമ്മതിച്ചിട്ടുമുണ്ട്. പക്ഷെ B. ഗോപാലകൃഷ്ണൻ അതിൽ പറയുന്നത് സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായ ഒരു നിലപാട് സ്വീകരിക്കാൻ അവകാശമുണ്ട്, അതിൽ നിന്ന് അദ്ദേഹത്തെ തടയുന്നത് എന്തിനാണെന്നാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായ നിലപാടുകൾക്കപ്പുറം BJP-യുടെ രാഷ്ട്രീയ നിലപാടുകൾ ഇവിടെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ്. അദ്ദേഹം താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിച്ച ഒരു MP ആണ്. അപ്പോൾ വ്യക്തിപരമായ നിലപാട് എന്നതിലുപരി പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയത്തിൽ BJP എടുക്കുന്ന നിലപാടുകളെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ തീർച്ചയായിട്ടും BJP-യുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാരിൽ നിന്ന് മാറി നിന്നിട്ട് വേണം അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള നിലപാടുകൾ. അത് മാത്രമല്ല മഞ്ജുഷ, ഒരു കാര്യം ചിന്തിക്കേണ്ടത്, അദ്ദേഹം മാധ്യമങ്ങളെ എത്ര മോശകരമായിട്ടാണ് പറഞ്ഞത്. മാധ്യമങ്ങളാണോ ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത്? ഈ റിപ്പോർട്ട് സർക്കാർ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയെ വെച്ച് ആ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്ത് 4.5 കൊല്ലമായി ഫ്രീസറിൽ വെച്ച് അവസാനം അത് വിവരാവകാശ കമ്മീഷനും കോടതിയും ഉൾപ്പെടെ ഇടപെട്ടതിന് ശേഷമാണ് ആ റിപ്പോർട്ട് പുറത്തുവരുന്നത്. അതിനകത്ത് മാധ്യമങ്ങൾ ആ റിപ്പോർട്ട് പുറത്തു വന്ന വഴി അതിന്റെ ഗുരുതരമായ സെക്ഷൽ അലിഗേഷൻസിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തു എന്നതിലുപരി മാധ്യമങ്ങൾ ഇതിനകത്ത് വഴിയാറേണ്ട എന്താ ആവശ്യമാണുള്ളത്? അതിൽ സുരേഷ് ഗോപി എന്തിനാണ് മാധ്യമങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്, മാധ്യമങ്ങൾ വന്ന അലമുറയുടെയായിരുന്നു. മാധ്യമങ്ങളിലൂടെ ഏതെങ്കിലും നടിമാർക്ക് പറയാൻ അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾ ചെയ്ത് നല്ല പ്രവൃത്തിയായിട്ടല്ലേ കണ്ടത്. അപ്പോ ഇതിനകത്തേക്കുള്ള പ്രശ്നം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, വേണ്ടപ്പെട്ട സഹപ്രവർത്തകർ, ആ സഹപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഇന്ന് ആരോപണത്തിന്റെ കരിനിഴലിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ആശയപരമല്ല ആമാശയപരമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ മാധ്യമങ്ങൾ തീറ്റയ്ക്ക് വേണ്ടി നടക്കുന്നവരാണെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു ആശയത്തിന്റെ പിറകിലല്ല. അദ്ദേഹത്തിന്റെ അന്നത്തെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ ശരി, ശ്രീ B. ഗോപാലകൃഷ്ണൻ, ഈ ആശയപരമല്ല ആമാശയപരമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മേഖലയ്ക്കാണ് അദ്ദേഹം പ്രയോറിറ്റി കൊടുക്കുന്നത്, അല്ലാതെ ജനസേവനത്തിനല്ല. അത് വെളിവാക്കുന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹം ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം പ്രകോപിതനായിട്ട് സുരേഷ് ഗോപിയെ കാണുന്നത്, അതൊരു കേന്ദ്ര സഹമന്ത്രിയെ കാണുന്നത്, അത് അത്ര പരിചിതമല്ല. ഈ അബിൻ വർക്കി ഒരു യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് ആ യൂത്ത് കോൺഗ്രസുകാരുമായിട്ടും കോൺഗ്രസുകാരുമായി ബന്ധപ്പെടുന്ന പാരമ്പര്യത്തിന്റെയും അവരുടെ സംസ്കാരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ ആമാശയം ഭക്ഷണം ഇന്ത്യയുടെ ആമാശയത്തിന്റെ കാര്യം പറയുന്നത് കൈ കിട്ടുന്നൊക്കെ അടിച്ചു മാറ്റുന്ന സ്വഭാവക്കാരാണ് ഇവരൊക്കെ. അതുകൊണ്ടാണ് പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനേക്കാൾ കൂടുതൽ ഇന്ദിരാഗാന്ധി മറ്റേ നമ്മുടെ AICC ഭവനിലും അതുപോലെ കേരളത്തിലെ കോൺഗ്രസ് ഭവനിലും ഒക്കെ നടന്നത് വളരെ വ്യക്തമായിട്ട് ഉണ്ണിത്താനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാൾ വൃത്തികെട്ട നാറുന്ന കഥകൾ. അപ്പോ ചെസ്റ്റ് നമ്പർ ആരുടെ പക്കലാണ് കൂടുതലുള്ളതെന്നൊക്കെ അബിൻ വർക്കി സ്വയം കണ്ടെത്തിക്കോട്ടെ. അബിൻ വർക്കി ഒരു കാര്യം പറഞ്ഞു, BJP നിലപാടിനെ സുരേഷ് ഗോപി തള്ളിക്കളഞ്ഞു. അത് തെറ്റാ. BJP നിലപാടിനെ കുറിച്ചൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി. അത് വ്യക്തിപരമായ അഭിപ്രായമാണ്. അത് പാർട്ടി അദ്ദേഹത്തെ കാണുകയോ സംസാരിക്കുകയോ ചെയ്ത് സുരേന്ദ്രൻ തന്നെ ആ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തും. അത്രേ ഉള്ളൂ. അല്ല, നിലവിൽ അദ്ദേഹം BJP-യുടെ നിലപാടിനൊപ്പം അല്ല. അക്കാര്യം പകൽ പോലെ വ്യക്തമാണല്ലോ. അദ്ദേഹം BJP-യുടെ നിലപാടിനൊപ്പം അല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞത്. ആ വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശ്രീ B. ഗോപാലകൃഷ്ണൻ, അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയെ ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായ KB ഗണേഷ് കുമാറുമായി താരതമ്യപ്പെടുത്തണം. അദ്ദേഹവും പ്രയോറിറ്റി നൽകുന്നത് അദ്ദേഹത്തിന്റെ സിനിമാ മേഖലയ്ക്കാണ്. ഇപ്പോൾ ഇവിടെ സുരേഷ് ഗോപി പ്രയോറിറ്റി നൽകിയിരിക്കുന്നതും അദ്ദേഹത്തിന്റെ സിനിമാ മേഖലയ്ക്കാണ്. അവിടെ ജനസേവനത്തിന് 2ാം സ്ഥാനമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ KB ഗണേഷ് കുമാറിനെയും സുരേഷ് ഗോപിയെയും ഒരേ തട്ടിൽ തന്നെ കാണേണ്ടി വരും. KB ഗണേഷ് കുമാർ പറഞ്ഞ ആശയവും സുരേഷ് ഗോപി പറഞ്ഞ മറുപടിയും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യും. സുരേഷ് ഗോപി എന്താ പറഞ്ഞത്? നിങ്ങൾ പറയുന്നത് പോലെ സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നത്
നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് സുരേഷ് ഗോപി മറുപടി പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബാക്കി എല്ലാവരെയും കമ്പയർ ചെയ്യണ മാതിരി കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങൾ കമ്പയർ ചെയ്തല്ലോ. എനിക്കതിൽ വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. അത് വ്യക്തിപരമായ അഭിപ്രായമാണ്, അതിനെ അങ്ങനെ എടുത്താൽ മതി. ഇനി അത് പാർട്ടിയുടെ അധ്യക്ഷൻ അദ്ദേഹത്തോട് സംസാരിക്കും, പാർട്ടിയുടെ നിലപാട് ഇതാണ് എന്ന് പറയും, അപ്പൊ അത് ക്ലിയർ ചെയ്യും. അത്രയേ ഉള്ളൂ. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ബിജെപി അധ്യക്ഷൻ പറഞ്ഞു രാജിവെക്കണം. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ബിജെപി അധ്യക്ഷൻ പറഞ്ഞു രാജിവെക്കണം. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ബിജെപി അധ്യക്ഷൻ പറഞ്ഞു രാജിവെക്കണം. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ബിജെപി അധ്യക്ഷൻ പറഞ്ഞു രാജിവെക്കണം. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ബിജെപി അധ്യക്ഷൻ പറഞ്ഞു രാജിവെക്കണം. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ബിജെപി അധ്യക്ഷൻ പറഞ്ഞു രാജിവെക്കണം. തൃശൂരിലാണ് സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം. സുരേഷ് ഗോപിയോട് ഈ മുകേഷിന്റെ വിഷയത്തിൽ അഭിപ്രായം ചോദിച്ചപ്പോൾ ഇതിനു മുൻപ് കെ സുരേന്ദ്രൻ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ മുകേഷ് രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അതാണ് ബി.ജെ.പിയുടെ നിലപാട് എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ഇതിനോടുള്ള ഒരു പ്രതികരണം ചോദിക്കുന്നതിന് വേണ്ടിയാണ് രാമനിലയത്തിൽ സുരേഷ് ഗോപിയെ മാധ്യമങ്ങൾ കണ്ടത്. അപ്പോഴാണ് പ്രകോപിതനായി അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം ചില മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റുകയും ചെയ്തിരുന്നു. ഇതിനു മുൻപ് ഇന്ന് രാവിലെ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അവിടെ വെച്ചും പ്രകോപിതനായി തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ഹേമ കമ്മിറ്റിയെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കാം, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ പരാതികളെ കുറിച്ച് ചോദിക്കാം എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് മുകേഷിനെതിരെ കോടതി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണ് ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾ എന്നാണ് സുരേഷ് ഗോപി രാവിലെ പറഞ്ഞത്. അതിനുശേഷം പക്ഷേ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബി.ജെ.പിയുടെ നിലപാട് എന്നത് മുകേഷിനെതിരെ നടപടി വേണം, മുകേഷ് രാജിവെക്കണം എന്നതാണ്. അതുപോലെ തന്നെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ പുറത്താക്കണം എന്ന ആവശ്യവും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇതായിരുന്നില്ല സുരേഷ് ഗോപിയുടെ നിലപാട്. ഇതേക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോഴാണ് രാമനിലയത്തിൽ ഇത്തരം ഒരു പ്രതികരണം സുരേഷ് ഗോപിയിൽ നിന്നും ഉണ്ടായത്. കേന്ദ്ര സഹമന്ത്രിയാണ് എന്ന കാര്യം പോലും അദ്ദേഹം മറക്കുകയാണോ? അദ്ദേഹം സിനിമാ മേഖലയ്ക്കാണോ പ്രയോറിറ്റി നൽകുന്നത്, അതോ ജനസേവനത്തിനാണോ എന്ന കാര്യമാണ് ഇപ്പോൾ ചോദ്യമായി ഉയർന്നു വന്നിരിക്കുന്നത്. കിരൺ ചേരുകയാണ്. കിരൺ, ഇപ്പോൾ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ശ്രദ്ധിച്ചുവല്ലോ കിരൺ. അതിൽ വ്യക്തിപരമായ നിലപാടാണ് സുരേഷ് ഗോപിയുടേത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ആ രീതിയിലുള്ള ഒരു പ്രതിരോധമേ അദ്ദേഹത്തിന് എടുക്കുവാൻ കഴിയുകയുള്ളൂ. പക്ഷേ ബി.ജെ.പിയുടെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാണ്. അതുമാത്രമല്ല, സുരേഷ് ഗോപിക്ക് ഈ നിലപാടെടുത്തുകൊണ്ട് എത്ര നാൾ മുന്നോട്ട് പോകാനാകും? മഞ്ജുഷ, ബി.ജെ.പിയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അത് വളരെ കൃത്യമായി തന്നെ പറയുകയും ചെയ്തു. മുകേഷ് രാജിവെക്കണം, അത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണമാണ് ബി.ജെ.പിയുടെ നിലപാട് പറഞ്ഞത്. അതോടൊപ്പം അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു, ബി.ജെ.പിയുടെ നിലപാട് പറയേണ്ടത് സംസ്ഥാന അധ്യക്ഷനാണ്. സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതാണ് ബി.ജെ.പിയുടെ പൊതു നിലപാട്. ആ നിലപാടിനൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് മറ്റ് പാർട്ടി പ്രവർത്തകരുടെ ഉത്തരവാദിത്തം എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നു. സുരേഷ് ഗോപിയുടെ പേര് ഡയറക്റ്റായി എടുത്തു പറയുന്നില്ലെങ്കിലും സുരേഷ് ഗോപിക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് സംസ്ഥാന അധ്യക്ഷൻ നൽകുന്നത്. പാർട്ടിയുടെ നിലപാട് അങ്ങനെ മറ്റാരെങ്കിലും അല്ല പറയേണ്ടത്, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് പറയേണ്ടത്. അത് ഇന്നതാണ് നിലപാട് എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു. മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ മുകേഷ് രാജിവെക്കണം എന്നുള്ളതാണ് ബി.ജെ.പിയുടെ നിലപാട്. പക്ഷേ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട സുരേഷ് ഗോപി ഈ ചോദ്യത്തിന് വളരെ ക്ഷുഭിതനായിട്ടാണ് മറുപടി നൽകിയത്. മുകേഷിനെ ഏതെങ്കിലും കോടതി കുറ്റക്കാരൻ. ഞാൻ കിരണിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ വി രാജേഷ് കൂടി ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ വി രാജേഷ്, ഇതിൽ ഞാൻ നേരത്തെ ബി ഗോപാലകൃഷ്ണനോടും ഇക്കാര്യം ചോദിച്ചിരുന്നു. ഇതിൽ ബി.ജെ.പി കൃത്യമായ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞല്ലോ. മുകേഷ് രാജിവെക്കണം എന്നതാണ് നിലപാട്. പക്ഷേ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി ഈ രീതിയിൽ പരസ്യമായി പ്രതികരിക്കുമ്പോൾ അത് ബി.ജെ.പിയെ കുഴപ്പത്തിൽ ചാടിക്കുവാനല്ലേ ഉപകരിക്കുകയുള്ളൂ? സംശയമില്ലാത്ത കാര്യമാണല്ലോ.
മഞ്ജുഷ, ഇതില് ഞാൻ യാത്രയിലാണ്, ഞാൻ വാർത്തകളൊന്നും കൃത്യമായിട്ട് കേട്ടില്ല. സംസ്ഥാന അധ്യക്ഷൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ, സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചു. വി രാജേഷ് അതിനകത്ത് കൃത്യമായിട്ട് അദ്ദേഹം വാർത്ത കണ്ടില്ല, ഞാൻ മുകേഷ് രാജിവെക്കണം, അതായത് MLA സ്ഥാനം രാജിവെക്കണമെന്നാണ്. അത് അത്രയ്ക്ക് പ്രാക്ടിക്കലായ ഒരു കാര്യമല്ല എങ്കിൽ കൂടി BJP ആ നിലപാട് എടുത്തിട്ടുണ്ട്. പക്ഷെ മറ്റൊരു കാര്യവുമുണ്ട്, സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റണമെന്നും അത് നടക്കുന്ന ഒരു കാര്യമാണ്, അത് മാറ്റേണ്ടതുമാണ്. അപ്പോൾ ഇത് BJPയുടെ നിലപാടാണ്. പക്ഷേ രാവിലെ സുരേഷ് ഗോപി പറഞ്ഞത് ഈ മുകേഷിനെതിരെ എന്തെങ്കിലും കോടതി നടപടി ഉണ്ടോ, ഇതൊക്കെ മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ലേ, ഈ വരുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയല്ലേ, അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴല്ലേ എന്നോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞൊരു പ്രകോപനപരമായ കാര്യമായിരുന്നു. ഇപ്പോൾ രാമനിലയത്തിൽ അതിനേക്കാൾ പ്രകോപനപരമായാണ് സുരേഷ് ഗോപി സംസാരിച്ചത്. സ്വാഭാവികമായിട്ടും കെ സുരേന്ദ്രൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനുള്ള പ്രതികരണം എന്താണെന്ന് BJP-കാരൻ കൂടിയായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് ഞങ്ങൾ ചോദിക്കുമല്ലോ. അങ്ങനെ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റിയതും ഇത് പ്രകോപനപരമായിട്ട് തന്നെ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം കാറിൽ കയറിപ്പോയതും. ഇത് ശരിയാണോ? ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഞാൻ ചോദിക്കുന്നത്, ഞാൻ ആദ്യം നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം അദ്ദേഹം പ്രതികരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ ആ പ്രതികരണം കേൾക്കാൻ എനിക്ക് പറ്റില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രതികരിച്ചിട്ടുണ്ടല്ലോ. അതാണ് ഞങ്ങളുടെ നിലപാട്. ഒരു സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിൽ അപ്പുറം പിന്നെ ജില്ലാ പ്രസിഡന്റ് പറയുന്നതിന്റെ പ്രസക്തി. സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്, അത് തന്നെയാണ്. ശരി, ഓക്കെ. ശരി, നന്ദി ശ്രീ വി രാജേഷ്. അദ്ദേഹം ഒരു യാത്രയിലാണ്. പിന്നെ BJP-യെ പൊതുവെ ഒരു ഇക്കാര്യത്തിൽ ഒരു പ്രതിരോധം തീർക്കുക ബുദ്ധിമുട്ടാണ്. കാരണം കേന്ദ്ര സഹമന്ത്രിയിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു പ്രതികരണം ഉണ്ടാകുമ്പോൾ അതിന് ഏത് രീതിയിൽ പ്രതിരോധം തീർക്കുക എന്നുള്ളത് കിരൺ, സ്വാഭാവികമായിട്ടും ഇത് BJP നേതാക്കൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് കൂടിയാണല്ലോ ഈ സമയത്ത്, സുരേഷ് ഗോപിയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ. മഞ്ജുഷ, ഈ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. ആ അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ BJP ഇപ്പോൾ നിൽക്കുന്നത്. സുരേഷ് ഗോപിയെ തള്ളിപ്പറയാൻ കഴിയുന്നില്ല, എന്നാൽ പാർട്ടി നിലപാട് അങ്ങനെയല്ല. പാർട്ടി നിലപാട് വ്യക്തമായി പറയേണ്ടി വരുന്നു. ഇന്ന് കെ സുരേന്ദ്രൻ വളരെ വ്യക്തമായി പറഞ്ഞത് മുകേഷ് രാജിവെക്കണം എന്നുള്ളതാണ് BJP-യുടെ നിലപാട്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന നിലപാടിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് പ്രവർത്തകർ, അതാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. എന്നാൽ സുരേഷ് ഗോപിയെ നേരിട്ട് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം സുരേഷ് ഗോപിയുടെ അഭിപ്രായത്തെ തള്ളിപ്പറയാൻ അദ്ദേഹം സിനിമാക്കാരനല്ലേ എന്നുള്ള മട്ടിൽ അതിൽ നിന്ന് സമർത്ഥമായി ഒഴിഞ്ഞുമാറി കൂടി ചെയ്യുകയായിരുന്നു. ഈ തന്റെ നിലപാടിനെ പൂർണ്ണമായും തന്നെ സംസ്ഥാന അധ്യക്ഷൻ തള്ളിപ്പറഞ്ഞതിലുള്ള അല്ലെങ്കിൽ ദേഷ്യമോ അല്ലെങ്കിൽ അതിലുള്ള അരിശവുമൊക്കെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് നേരെ തീർത്തത്. ഇന്ന് രാവിലെ മാധ്യമങ്ങൾ മുകേഷിന്റെ വിഷയം സുരേഷ് ഗോപിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കോടതി ഏതെങ്കിലും തരത്തിൽ മുകേഷിനെ ശിക്ഷിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഒരു തീറ്റയായിട്ടാണ്, ഹേമ കമ്മീഷനിലെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ മാധ്യമങ്ങൾ തീറ്റയായിട്ടാണ് കണ്ടത് എന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെയാണ് കേന്ദ്രമന്ത്രി നടത്തുന്നത്. അദ്ദേഹത്തിന് അപ്പോൾ തന്നെ അദ്ദേഹം ക്ഷുഭിതനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണവും. താൻ അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മാത്രമേ ആ വിഷയത്തെക്കുറിച്ച് ചോദിക്കാൻ കഴിയൂ, മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ വിഷയം ചോദിക്കരുത് എന്നുള്ള വിചിത്രമായ ചില ന്യായങ്ങളും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതിനുശേഷമാണ് കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം നടന്നത്. കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം BJP-യുടെ സംസ്ഥാന ഘടകത്തിന്റെ നിലപാട് വളരെ കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തു. ആ നിലപാടായിരുന്നില്ല പക്ഷേ സുരേഷ് ഗോപിയുടേത്. മാധ്യമങ്ങൾ സ്വാഭാവികമായും സുരേഷ് ഗോപി രാജി വേണ്ടതില്ല, അല്ലെങ്കിൽ മുകേഷിനെ ക്രൂശിക്കരുത്, മുകേഷിനെതിരെ മാധ്യമങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നതാണ് കഥകളെല്ലാം എന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ BJP ആ സുരേഷ് ഗോപി അംഗമായ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു അങ്ങനെയല്ല, മുകേഷിനെ കുറ്റക്കാരനാണ്, മുകേഷിനെ രാജിവെക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് സുരേഷ് ഗോപിയെ തള്ളിപ്പറയുന്നത് തന്നെയാണ്. അത്തരത്തിൽ വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നു. ഈ വാർത്തകളൊക്കെ കണ്ട ശേഷമാണ് സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ആ സമയത്താണ് ഈ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാർത്തയെക്കുറിച്ച് ചോദിക്കുന്നത്. ആ സമയത്ത് വാർത്തകളിൽ നിന്ന് ഒരാൾക്ക് മറുപടി പറയുകയോ മറുപടി പറയാതിരിക്കുകയോ ചെയ്യാം, ഒഴിഞ്ഞു മാറാൻ പോകാൻ സ്വാഭാവികമായും അവകാശമുണ്ട്. പക്ഷേ വാർത്ത ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ പിടിച്ചു തള്ളുക, കയ്യാങ്കളി നടത്തുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ പ്രത്യേകിച്ച് ഒരു കേന്ദ്രമന്ത്രിക്കോ ഒരു MP-ക്കോ യോജിച്ച പ്രവർത്തനമല്ല. അത്തരം ഒരു പ്രകോപനപരമായ പ്രവർത്തനമാണ് തൃശൂർ MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമായും ഇത് വലിയ വിവാദങ്ങളിലേക്കൊക്കെ വഴിതെളിച്ചിട്ടുണ്ട്. BJP-ക്ക് ഇപ്പോൾ സുരേഷ് ഗോപിയെ ന്യായീകരിക്കാനും വയ്യ, തള്ളിപ്പറയാനും കഴിയുക എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ്. നമ്മുടെ ചാനൽ തന്നെ പ്രതികരിച്ച B. ഗോപാലകൃഷ്ണന്റെ പ്രതികരണമായാലും V. രാജേഷിന്റെ പ്രതികരണമായാലും എല്ലാം കേട്ടാൽ അത് വളരെ വ്യക്തമാണ്. സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതാണ് നിലപാട്, അത് അവർക്കെല്ലാം പാർട്ടി പ്രവർത്തകർക്കെല്ലാം അറിയാം. അത് ഏത് പാർട്ടിയെ സംബന്ധിച്ചും ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷനോ അല്ലെങ്കിൽ സെക്രട്ടറിയോ പറയുന്നതാണ് നിലപാടുകൾ ഓരോ പാർട്ടിക്ക് അനുസരിച്ച്. അതിന് വിരുദ്ധമായി പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധി പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ നിലപാടായി സ്വീകരിക്കാൻ കഴിയില്ല. പക്ഷേ അതിനെ അംഗീകരിക്കാൻ മാനിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ല. താൻ ജനപ്രതിനിധിയാണ്, തനിക്ക് മേൽ തന്നെ തള്ളിപ്പറയുന്ന ഒരു നിലപാട് സുരേന്ദ്രൻ പറഞ്ഞതിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു അരിശം അല്ലെങ്കിൽ ആ ദേഷ്യമൊക്കെയാണ് മാധ്യമപ്രവർത്തകർക്ക് മേൽ തീർക്കാൻ
സുരേഷ് ഗോപി സ്വാഭാവികമായും ശ്രമിച്ചത്. രാവിലെ അടക്കം ഇത്തരം ഒരു ന്യായീകരണത്തിലേക്ക് പോകാതെ വേണമെങ്കിൽ അദ്ദേഹത്തിന് എനിക്ക് അഭിപ്രായമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോകാൻ കഴിയുമായിരുന്നു. പല ഘട്ടത്തിലും സുരേഷ് ഗോപി ഞാൻ ഇതിൽ സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോയിട്ടുള്ള ആളാണ്. പക്ഷേ അങ്ങനെയല്ല, ശക്തമായി തന്നെ മുകേഷിനെ ന്യായീകരിക്കുകയായിരുന്നു ചെയ്തത്. BJPയുടെ പരസ്യമായ പ്രഖ്യാപിതമായ നിലപാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ പൂർണ്ണമായും മാധ്യമങ്ങളുടെ മേൽ പഴിചാരിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് സുരേഷ് ഗോപി സ്വീകരിച്ചത്. അപ്പോൾ തന്നെ അത് വളരെ വ്യക്തമായിരുന്നു. BJPയുടെ പരസ്യമായ നിലപാടിനെ, പാർട്ടി നിലപാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ ഒരു MP നിലപാടെടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് സ്വാഭാവികമായി മറിച്ചു നിലപാടെടുക്കേണ്ടി വരും. അതാണ് കെ സുരേന്ദ്രൻ സ്വീകരിച്ചത്. കെ സുരേന്ദ്രൻ വളരെ വ്യക്തമായി തന്നെ പരമാവധി എന്നാൽ സുരേഷ് ഗോപിയെ തള്ളിപ്പറയാതെയും എന്നാൽ പരോക്ഷമായി സുരേഷ് ഗോപിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടും തന്നെയാണ് BJPയുടെ നിലപാട് സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. BJPക്ക് എന്തായാലും സുരേഷ് ഗോപിയെ തള്ളിപ്പറഞ്ഞേ പറ്റുകയുള്ളൂ. ഇത് രണ്ട് കാര്യങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ഒന്ന്, പാർട്ടി നിലപാടിന് വിരുദ്ധമായിട്ട് പരസ്യമായ ഒരു നിലപാടെടുക്കുകയായിരുന്നു സുരേഷ് ഗോപി ചെയ്തത്, സ്വന്തം സിനിമാ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. അതുമാത്രമല്ല, മാധ്യമങ്ങളെ ഇങ്ങനെ കയ്യേറ്റം ചെയ്യുവാനുള്ള അധികാരം ആരാണ് സുരേഷ് ഗോപിക്ക് നൽകിയത്? ഈ ചോദ്യത്തിനും സുരേഷ് ഗോപിയുടെ ഈ പ്രവൃത്തിക്കും BJP തന്നെ മറുപടി പറയേണ്ട ഒരു ഗതികേടിലാണല്ലോ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ ആരും സുരേഷ് ഗോപിയെ തടയാൻ പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് ചോദിക്കുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവിടെയാണ് അദ്ദേഹം മാൻ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ, ആ രീതിയിൽ തന്നെയാണല്ലോ, ദൃശ്യങ്ങളിൽ വ്യക്തമാണല്ലോ, അദ്ദേഹം തള്ളി മാറ്റുകയാണ് ഉണ്ടായത് മാധ്യമപ്രവർത്തകരെ. മഞ്ജുഷ, അത് തന്നെയാണ്. ഇതിലും എത്രയോ പ്രകോപനപരമായ ചോദ്യങ്ങൾ പല രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെയും അധികാരികൾക്ക് നേരെയും കേരളത്തിലെ മാധ്യമങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. വിവിധ മാധ്യമങ്ങൾ, ഈ കേരളത്തിലെ മാത്രമല്ല ലോകത്ത് എവിടെയുള്ള മാധ്യമങ്ങൾ അത്തരം ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്. ആ ചോദ്യത്തിന് മറുപടി പറയണോ വേണ്ടയോ എന്നത് അവർക്ക് തീരുമാനിക്കാം. മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിപ്പോകാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. പക്ഷേ അതല്ല ചെയ്തത്. മാധ്യമങ്ങളെ കയ്യേറ്റം ചെയ്യുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ തൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ തനിക്ക് ശേഷിയുണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾക്ക് നേരെ തൻ്റെ കായികമായ ഒരു ശേഷിയെ അദ്ദേഹം ഉപയോഗിക്കുകയാണ് ചെയ്തത്. മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റിക്കൊണ്ട് അവർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് നിൽക്കുകയാണ് സുരേഷ് ഗോപി. ഇത് ഒരു കേന്ദ്രമന്ത്രിയാണ്, ഒരു MP ആണ് എന്നത് അദ്ദേഹം ഓർക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞത്, മാധ്യമങ്ങളല്ല അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞത്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയത്. രാവിലെ തന്നെ ഇത്തരം ഒരു നിലപാട്, മുകേഷിന് അനുകൂലമായ ഒരു നിലപാട് സുരേഷ് ഗോപി പരസ്യമായി പറയുമ്പോൾ സാധാരണഗതിയിൽ ഏതൊരാളും ചിന്തിക്കേണ്ടതാണ് തന്റെ പാർട്ടിയുടെ നിലപാട് എന്താണ്. ആ പാർട്ടി മറിച്ചു നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്, തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെ പാർട്ടി രംഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്നത് സുരേഷ് ഗോപി തിരിച്ചറിയേണ്ടതായിരുന്നു. അവിടെ തിരിച്ചറിഞ്ഞ് മൗനം പാലിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ തന്ത്രപരമായി രാഷ്ട്രീയക്കാർ സ്വീകരിക്കുന്നത്. പക്ഷേ അവിടെയല്ല. നേരത്തെയൊക്കെ അബിൻ വർക്കി പറഞ്ഞതാണെങ്കിൽ, അബിൻ വർക്കി ചൂണ്ടിക്കാണിച്ചതൊക്കെ പോലെ അടുത്ത ചെസ് നമ്പർ തന്റേതാണോ എന്നൊരു ആശങ്ക സുരേഷ് ഗോപിക്കുണ്ട് എന്ന് പൊതുസമൂഹത്തിന് തോന്നുന്ന മട്ടിലായിരുന്നു അദ്ദേഹം രാവിലെ ആയാലും പ്രതികരിച്ചത്. ഇപ്പോഴായാലും അദ്ദേഹം നിലവിട്ട രീതിയിലാണ്. ഒരു രാഷ്ട്രീയ നേതാവോ ഒരു മന്ത്രിയോ ഇതുവരെയും എവിടെയെങ്കിലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ ക്ഷുഭിതരായിട്ടുണ്ട്, മോശമായി സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ നേരെ കയ്യേറ്റത്തിനുള്ള ശ്രമം അത് കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. മാധ്യമപ്രവർത്തകരെ ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരി തന്നെ കയ്യേറ്റം ചെയ്യുക എന്നുള്ളത് എത്രത്തോളം നിലവിട്ട ഒരു അവസ്ഥയിൽ പോലും, അല്ലെങ്കിൽ അതീവ രീതിയിൽ നിലവിട്ടു പോകുന്ന അവസ്ഥയിലുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് പല ഭരണാധികാരികൾക്കെതിരെ ചൂണ്ടിട്ടുണ്ട്. അവർക്ക് പലതരത്തിൽ വലിയ സങ്കടമോ ദേഷ്യമോ രോഷമോ അരിശമോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ആ സമയത്ത് ചിലപ്പോൾ പ്രതികരണത്തിൽ ചിലപ്പോൾ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രതികരണം ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാകും, മാന്യത വിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അവിടെ പോലും മറ്റൊരാളുടെ ദേഹത്തേക്ക് കൈവെക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയിലേക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഭരണാധികാരിയോ പോയതായി നമ്മുടെ അറിവിലില്ല. ഇവിടെ അങ്ങനെയാണ്. ഒരു കേന്ദ്രമന്ത്രി തന്നെ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് കൈവെക്കുക എന്ന് പറയുമ്പോൾ ഏത് തരത്തിലേക്കാണ് അദ്ദേഹം, അതും ഏത് വിഷയത്തിന്റെ പേരിലാണെന്ന് ആലോചിക്കണം. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് താങ്കളെ തള്ളിപ്പറഞ്ഞതല്ലേ, ആ നിലപാടിന്റെ പ്രതികരണമാണ് ആരാഞ്ഞത്. ആ പ്രതികരണം ആരായുമ്പോഴാണ് സുരേഷ് ഗോപി ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്ന് കൂടി ആലോചിക്കണം. സുരേഷ് ഗോപി ഒരു നടൻ മാത്രമല്ല, സുരേഷ് ഗോപി അതിനൊക്കെ അപ്പുറത്തേക്ക് തൃശ്ശൂരിന്റെ MP ആണ്, ഒരു ജനപ്രതിനിധിയാണ്, കേന്ദ്രമന്ത്രിയാണ്. ആ തരത്തിലേക്കുള്ള ഒരു ഉയരം അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ഒരു മര്യാദ പൊതുസമൂഹത്തിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദ പാലിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ കൂടിയാണ് സുരേഷ് ഗോപി. അത് പാലിച്ചില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്ത്. അതുകൊണ്ട് തന്നെയാണ് BJP നേതാക്കൾക്ക് പോലും സുരേഷ് ഗോപിയെ ന്യായീകരിക്കാൻ കഴിയാതെ വരുന്നത്. അല്ലെങ്കിൽ മാധ്യമങ്ങൾ പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ചെയ്യുക, ഒരാൾക്ക് നേരെ കായികമായി മറ്റൊരാളെ നേരിടുക എന്ന് പറയുന്നത് അത് ഏത് കാലത്ത് ഉള്ള രീതിയാണ്. അല്ലെങ്കിൽ ആ തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ആ തരത്തിലേക്കുള്ള ഒരു രീതിയിലേക്ക് മാധ്യമങ്ങളെ നേരിടുക. എങ്ങനെയാണെങ്കിൽ എതിർ ചോദ്യങ്ങൾ വരുമ്പോൾ ആർക്കുനേരെയും ഇത്തരം കായികമായ നേരിടൽ വരില്ല എന്നുള്ള ആശങ്ക സ്വാഭാവികമായി ഉണ്ടാവും. ഒരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഭരണാധികാരിയോ അല്ലെങ്കിൽ മറ്റ് കേരളത്തിൽ നിന്ന് മാത്രം കണക്കാക്കേണ്ടതില്ല, മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ പരിഷ്കൃത സമൂഹത്തിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭരണാധികാരി, അതിന് ഏത് പാർട്ടി ആയിക്കോട്ടെ, അവരാരും ഈ തരത്തിലേക്ക് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവരെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല. പലപ്പോഴും പാർട്ടി പ്രവർത്തകർ
പ്രവർത്തകരോ അല്ലെങ്കിൽ പാർട്ടി അനുയായികളോ ഒക്കെ മാധ്യമങ്ങൾക്ക് നേരെ ഇത്തരത്തിലേക്കുള്ള കായികമായ ആക്രമണങ്ങൾക്ക് ഒക്കെ മുതിർന്നിട്ടുണ്ട്. പക്ഷേ ഒരു നേതാവ് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ മാധ്യമങ്ങളെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് അവരെ നേരിടാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ എത്രത്തോളം മണ്ടത്തരം എന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. ഹീറോയുടെ ലെവലിലേക്ക് സുരേഷ് ഗോപി മാറിയിരിക്കുകയാണ്. ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് താൻ എന്നുള്ള വിചാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഈ പ്രവൃത്തി അദ്ദേഹം ചെയ്യുന്ന സമയത്ത്. മറ്റൊരു കാര്യം കൂടിയുള്ളത് കിരൺ, ഇന്ന് കെ സുരേന്ദ്രൻ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, KB ഗണേഷ് കുമാറിന്റെ കാര്യം നിങ്ങളാരും പറയുന്നില്ലല്ലോ എന്ന്. അത് ശ്രദ്ധിച്ചു കാണുമല്ലോ കിരൺ. സുരേഷ് ഗോപിയുടെ നേരെ മാത്രം ചോദ്യങ്ങളുമായി പോകുമ്പോൾ KB ഗണേഷ് കുമാറിനെതിരെയും നിങ്ങൾ ചോദ്യങ്ങളായിട്ട് പോകണമെന്ന്. ഇപ്പോൾ ഈ രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെയാണല്ലോ. നേരത്തെ ഞാൻ രാജേഷിനോടും B ഗോപാലകൃഷ്ണനോടും ചോദിച്ചിരുന്നു, രണ്ടുപേരുടെയും കാര്യം ഒരേ രീതിയിൽ തന്നെ ചർച്ച ചെയ്യേണ്ടി വരുമല്ലോ. രണ്ടുപേരും ഈ സിനിമാ മേഖലയ്ക്ക് പ്രയോറിറ്റി നൽകിക്കൊണ്ട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ്. കഴിഞ്ഞ ദിവസം ഗണേശും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പ്രകോപനപരമായിട്ട് സംസാരിച്ചില്ല എന്നേ ഉള്ളൂ. പക്ഷേ സുരേഷ് ഗോപിയും ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ BJP അവിടെയും പ്രതിരോധത്തിലായി പോവുകയാണല്ലോ. ഇപ്പോൾ ഗണേശിന്റെ കാര്യവും മുകേഷിന്റെ കാര്യവും എടുത്തു പറഞ്ഞുകൊണ്ടാണ് സർക്കാരിനെതിരെ BJP ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് സുരേഷ് ഗോപിയെയും ആ തട്ടിലേക്ക് തന്നെ കൊണ്ടുവരേണ്ടി വരും എന്ന് പറയുമ്പോൾ അവിടെ പൂർണ്ണമായ പ്രതിരോധത്തിലായി പോവുകയാണല്ലോ BJP. മഞ്ജുഷ്, ഇവിടെ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി, തൃശ്ശൂരിന്റെ MP ഏറെക്കുറെ ലോകത്തിന് മുന്നിൽ എക്സ്പോസ്ഡ് ആയി എന്നുള്ളതാണ്. താൻ എങ്ങനെയാണ് ഇതുവരെ മറച്ചുവെക്കാൻ ശ്രമിച്ച തന്റെ ഉള്ളിലെ ഒരു സ്വാഭാവികമായ രീതി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സിനിമയിലെ നായകന്മാരെയൊക്കെ കാണുമ്പോൾ ആ തരത്തിലേക്കാണ് താൻ ജീവിതത്തിലും മന്ത്രിസ്ഥാനവും ഒക്കെ കാണുന്നത് എന്ന തരത്തിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. രണ്ടാമത്തെ വിഷയം, ഇതിൽ ഏറ്റവും കൂടുതൽ വെട്ടിലാവുന്നത് BJP ആണ്. BJPയെ സംബന്ധിച്ച് BJPയുടെ കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് മുകേഷ് രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെതിരായ നിലപാട് തന്നെയാണ് BJPക്കുള്ളത്. ഈ നിലപാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, സിനിമാക്കാരാണ് എന്നതിന്റെ പേരിൽ അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ്. ഗണേശും സുരേഷ് ഗോപിയും തമ്മിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. രണ്ടുപേർക്കു നേരെയും മാധ്യമങ്ങൾ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഗണേശിനെ കാണുന്ന സ്ഥലത്തെല്ലാം മാധ്യമങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഗണേശ് അവിടെയെല്ലാം വളരെ തന്ത്രപരമായി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. എന്തിന്റെ പേരിലായാലും ഈ സുരേഷ് ഗോപിക്കും ഒഴിഞ്ഞു മാറാനോ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാനോ അവകാശമുണ്ട്. മറുപടി പറയാത്തിടത്തോളം കാലം മാധ്യമങ്ങൾ വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിക്കും. അപ്പോഴും മറുപടി പറയാതിരിക്കാൻ അവകാശമുണ്ട്. ആ രീതിയൊക്കെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലർക്ക് ഇന്ന് രാവിലത്തെ പ്രതികരണം പോലും, അദ്ദേഹത്തിന്റെ പ്രതികരണം സാമാന്യമായ ഒരു ലോജിക്കിന്, ഒരു സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്ന ഒരു പ്രതികരണമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ അമ്മയുടെ യോഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് വേണം നിങ്ങൾ അമ്മയുമായി ബന്ധപ്പെട്ട ഏത് വിഷയവും ചോദിക്കാൻ. ആ സമയത്തല്ലാതെ മറ്റൊരു സമയത്ത് ഈ ചോദ്യം ചോദിക്കരുതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇത്തരം ഒരു വിഷയത്തിൽ മറ്റു ഗണേഷ് കുമാറിനോടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നേതാവിനോട് BJP ആരോപണം ഉന്നയിക്കുന്ന മുകേഷിനോടോ മറ്റാരോടെങ്കിലും ചോദിക്കാൻ കഴിയുമോ? അമ്മയുടെ യോഗം നടന്നില്ലെങ്കിൽ ഈ ചോദ്യം കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനോടും ചോദിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ വരില്ലേ? അങ്ങനെ സാമാന്യ മനുഷ്യന്റെ സാമാന്യ യുക്തിക്ക് പോലും യോജിക്കാത്ത തരത്തിലുള്ള ക്ഷുഭിതനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം. പക്ഷെ അതുപോലും ഒരു പരിധിവരെയൊക്കെ വേണമെങ്കിൽ അംഗീകരിക്കപ്പെടാൻ കഴിയുമായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറമാണ് നിങ്ങളുടെ ഉള്ളിലെ ക്ഷോഭത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ അരിശത്തെയൊക്കെ, അതും ആരോടുള്ള അരിശമാണ്? കെ സുരേന്ദ്രനോടുള്ള അരിശമാണ് മാധ്യമപ്രവർത്തകർക്ക് മേൽ സുരേഷ് ഗോപി തീർത്തത് എന്ന് വേണമെങ്കിൽ പറയാം. കെ സുരേന്ദ്രൻ പൂർണ്ണമായും സുരേഷ് ഗോപിയെ തള്ളിപ്പറയുകയായിരുന്നു. പാർട്ടിയുടെ നിലപാട് ഇതാണ്, പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന നിലപാടാണ് പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കേണ്ടത്. സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും വളരെ കൃത്യമായി തന്നെ കെ സുരേന്ദ്രൻ ആ നിലപാട് പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് ഇതാണ്. ആ നിലപാടും സുരേഷ് ഗോപി രാവിലെ പറഞ്ഞ നിലപാട് തമ്മിൽ യാതൊരു തരത്തിൽ ബന്ധമില്ല എന്ന് മാത്രമല്ല തികച്ചും വിരുദ്ധമായ നിലപാടാണ്. ശരിയാണ്, കിരൺ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യമാണ്. കെ സുരേന്ദ്രനോടുള്ള ദേഷ്യമാണോ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് തീർത്തത് എന്ന് പൊതുസമൂഹം സംശയിച്ചാൽ ഒരു തെറ്റും പറയാൻ കഴിയുകയില്ല. കാരണം കെ സുരേന്ദ്രൻ ഇങ്ങനെ പ്രതികരണം നടത്തി തൊട്ടടുത്ത നിമിഷം തന്നെയാണ് സുരേഷ് ഗോപിയിൽ നിന്ന് ഈ രീതിയിലുള്ള പെരുമാറ്റം മാധ്യമങ്ങൾക്ക് നേരെ ഉണ്ടായത്. കെ സുരേന്ദ്രൻ പറഞ്ഞതിനെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ചപ്പോഴാണ് സുരേഷ് ഗോപിയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത്. അങ്ങനെ BJPയുടെ നിലപാടിനൊപ്പമാണോ താങ്കൾ എന്നറിയുന്നതിന് വേണ്ടി, സുരേഷ് ഗോപി എന്നറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചപ്പോഴാണ് ഈ രീതിയിലുള്ള പ്രതികരണം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മാധ്യമങ്ങൾക്ക് നേരെ അദ്ദേഹം ക്ഷുഭിതനാവുക മാത്രമല്ല കയ്യേറ്റം ചെയ്യുകയും ഉണ്ടായി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു കേന്ദ്ര സഹമന്ത്രി തന്നെ ഈ രീതിയിൽ പെരുമാറാമോ? ഇല്ല എന്നുള്ള കാര്യം അറിയാവുന്നതാണ്. അത് മറന്നുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഈ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത്. തൃശ്ശൂരിലാണ് അദ്ദേഹം പ്രകോപിതനായത് മാധ്യമങ്ങൾക്ക് നേരെ. മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. സൗദി അറേബ്യയുടെ ട്രേഡ് കമ്മീഷണറായി ജോർജ് ജോണിനെ നിയമിച്ച് ഇന്ത്യൻ GCC ട്രേഡ് കൗൺസിൽ. റിച്ച് മാക്സ് ഫിൻവെസ്റ്റ് ഗ്രൂപ്പിന്റെ CMD ആണ് ജോർജ് ജോൺ വാലത്ത്. ദോഹ ആസ്ഥാനമായ ഗ്ലോബൽ അറബ് നെറ്റ്വർക്കിന്റെ ചെയർമാൻ സാദ് അൽ ദബാഗ് ആണ് ജോർജിനെ തെരഞ്ഞെടുത്തത്.
ഇഹാം ഡിജിറ്റലിന്റെ കോഴിക്കോട്ടെ നവീകരിച്ച ഷോറൂം മലബാർ ഗ്രൂപ്പ് ചെയർമാൻ ഉദ്ഘാടനം എം പി അഹമ്മദ് നിർവഹിച്ചു. 25,000 സ്ക്വയർ ഫീറ്റിൽ വിപുലീകരണം നടത്തിയ സ്റ്റോറിൽ വേൾഡ് ക്ലാസ് ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഉള്ളത്. കൂടാതെ മികച്ച വിൽപ്പനാനന്തര സേവനങ്ങളും ആനുകൂല്യങ്ങളും പ്രത്യേക ഓണം ഓഫറുകളും ഇഹാം ഡിജിറ്റൽ ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. 5,000 രൂപയുടെ പർച്ചേസിനൊപ്പം സമ്മാനങ്ങളും ഇഹാം ഡിജിറ്റൽസ് ഉറപ്പു നൽകുന്നു. കോഴിക്കോട് നോർത്ത് MLA തോട്ടത്തിൽ രവീന്ദ്രൻ, മലബാർ ഗ്രൂപ്പ് വൈസ് ചെയർമാൻ കെ അബ്ദുൽ സലാം തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുത്തു. കുറച്ചുകൂടി പ്രീമിയം സെലക്ഷൻ കോഴിക്കോട് എത്തിക്കുക, കൂടുതൽ സർവീസ് കൂട്ടുക, കസ്റ്റമർ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റ് ഉദ്ദേശിച്ചത്. അത് വളരെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവാൻ പറ്റുന്ന രീതിയിൽ ഇന്ത്യയിലൊക്കെ കണ്ടു കാര്യങ്ങൾ. പുതിയ പ്രൊഡക്റ്റും ഒരുപാടുണ്ട്. പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡക്ഷൻ ചെയ്യുക, കസ്റ്റമർ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവുക. ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മുടെ പ്രത്യേകത. കാരണം ഇന്ന് കോഴിക്കോട് തന്നെ ഏറ്റവും ലാർജസ്റ്റ് കളക്ഷൻ വെറൈറ്റീസ് ഓഫ് ബ്രാൻഡുകൾ നമ്മൾ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. ഒരു വീടായാലും കമേഴ്ഷ്യൽ ആവശ്യത്തിനായാലും ഉള്ള എല്ലാ പ്രോഡക്റ്റും, അതേപോലെ സപ്പോർട്ടിംഗ് ആയിട്ട് കിച്ചൺ ഒരു വലിയ ഒരു ഏരിയ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ കോൺട്രാക്ട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,695, പവന് 53,560. 18 ക്യാരറ്റ് ഗ്രാമിന് 5,540, പവന് 44,320. വെള്ളി ഗ്രാമിന് 93, കിലോയ്ക്ക് 93,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ്. കൂടി ഉണ്ടല്ലോ അല്ലെ, ഇവർ ഈ പറഞ്ഞതുപോലെ ഒരു മാധ്യമ സമ്മർദ്ദത്തിൽ അന്വേഷണ സംഘം രൂപീകരിക്കുന്നു, കേസെടുക്കുന്നു, അന്വേഷിക്കുന്നു, ഒരുപക്ഷെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഒരു നിയമപരമായ കൂടുതൽ തലങ്ങളിലേക്ക് ഈ കേസുകളൊന്നും പോയ ചരിത്രമില്ലല്ലോ അല്ലെ. തീർച്ചയായും രഞ്ജിത്ത്, ഈ ഒരു പരാതിയുമായി അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു, അതിന് പിന്നാലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ തങ്ങൾക്ക് നേരിട്ട അനീതികൾ അല്ലെങ്കിൽ തങ്ങൾക്ക് നേരിട്ട അതിക്രമ